പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ശനിയാഴ്ച രാവിലെ ആണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ ആകെ ഒരു മഞ്ഞാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ എണീക്കുമ്പോഴൊക്കെ ഭയങ്കര മഞ്ഞ. പാടത്തൊന്നും നോക്കിയാൽ കാണില്ല, ഭയങ്കര പുക പിടിച്ച പോലെയാ. മൊത്തത്തിൽ ഇങ്ങനെ ഡിസംബറിലത്തെ കാലാവസ്ഥയാണ് രാവിലെ ഏട്ടാ. ഫസ്റ്റത്തെ ഇതെന്ന് പറയുന്നത് കാളാഞ്ചി മീൻകറി. നമ്മൾ കുടിലിൽ വെച്ച രാത്രി എന്ന് വെച്ചതിൽ ഞാൻ ചേട്ടനെ കുറേ കുറ്റങ്ങൾ പറയുന്നുണ്ട്, ചേട്ടൻ്റെ ഫുഡ് കഴിക്കലിനെ കുറിച്ച്. അപ്പോൾ അതിലൊരു സമ്മിശ്ര പ്രതികരണമാണ്. ഭൂരിഭാഗം പേരും എന്നെ പിന്തുണച്ച് സംസാരിച്ചപ്പോൾ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ചേട്ടനെ ഇങ്ങനെ പബ്ലിക്കായിട്ട് കുറ്റം പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ പറയൽ നിർത്തി. നീ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ലേ. അപ്പോൾ ഞാൻ അന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോവും. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊന്നും പറയണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഇത് മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞോളോട്ടാ. നിതിൻ്റെ അടുത്തും പറഞ്ഞോട്ട് ആ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ കളഞ്ഞോട്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇവർ കളഞ്ഞില്ല. അപ്പോൾ ചേട്ടൻ അവനോട് പറയേ ഇതൊന്നും കളയണ്ടെന്ന് പറഞ്ഞു. അല്ല, അതൊക്കെ സാധാരണ വീടുകളിലുള്ള വർത്തമാനങ്ങളാണല്ലോ നമ്മൾ. അതുകൊണ്ട് പിന്നെ അത് കളയണ്ടെന്ന് പറഞ്ഞു. വായിക്കി. അല്ല, കുറേ പേര് ചേട്ടനെ കുറ്റം പറഞ്ഞിട്ടു. കുറ്റം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയല്ല എന്ന് പറയട്ടെ. ആ കമന്റ്സ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. അങ്ങനത്തെ കമന്റ്സ് എടുത്തിട്ടുണ്ടോ? നോക്ക്, വായിക്കി. എനിക്കറിയില്ലേ, ഞാൻ ചേട്ടനല്ലോ എടുത്തത്. വായിക്കാം. ഷൈനി കുമാർ, ഒട്ടും ബോറല്ലാട്ടോ. 9 മണിക്ക് നിങ്ങളുടെ വീഡിയോ കാണാനാണ് എനിക്കിഷ്ടം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന പോലെ തോന്നും. എന്ത് സന്തോഷമാണെന്നോ നിങ്ങളുടെ സന്തോഷങ്ങളും വിശേഷങ്ങളും കേൾക്കാനും കൃഷി കാണാനും. അതൊരാൾ പറഞ്ഞില്ലേ, 5 ദിവസം 6 ദിവസം ഇങ്ങനെ അങ്ങോട്ട് വർത്താനം പറഞ്ഞിട്ടുള്ള വീഡിയോ 7ാമത്തെ ദിവസം രണ്ടുപേരും കസാരിയിട്ടിരുന്നിട്ട് വർത്താനം. അപ്പോൾ അത് ബോറടിക്കുന്നു. അപ്പോൾ അത് നല്ല നല്ല കണ്ടന്റുകൾ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തില്ല. അതിനുള്ള മറുപടിയാണ് കുറേ പേര് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ തന്നെ പോയാൽ മതി, നിങ്ങൾ എങ്ങനെ കാണുന്നതാണ് ഇഷ്ടം, നിങ്ങൾ അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും പറഞ്ഞ് വർത്താനം പറഞ്ഞ് വീഡിയോ ഇടുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. ആള് കമന്റ് ഇട്ടിട്ടുണ്ട്, സുജിത്ത്. ഓ, ഇത് ഞാൻ ഈ നിങ്ങളുടെ ചാനലിടുന്ന അവസാനത്തെ കമന്റാണ്. ഞാൻ നിങ്ങൾക്കൊരു ഇതിന് വേണ്ടി പറഞ്ഞതാണ്. ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് ബായ് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. ആളോട് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേറെ വീഡിയോ കാണാനാണ്ട് നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റുമോ? നമ്മൾ ഇത്രയും കൊല്ലം ജീവിച്ചതും നമ്മുടെ സ്വഭാവം ഇതാണ്. ഇതിന് ഈ പ്രായത്തിൽ 56 വയസ്സിൽ ചേട്ടനും 44ാമത്തെ വയസ്സിൽ ഞാനും ഇത് എങ്ങനെ മാറ്റാനാ ഈ കാര്യങ്ങൾ? ഇതിങ്ങനെ തന്നെ പോവുള്ളൂ. പിന്നെ ആഴ്ചയിൽ 1-2 വീഡിയോക്ക് ഇടണമെങ്കിൽ പിന്നെയും നമുക്ക് കണ്ടന്റ് ചിന്തിക്കാനുള്ള ഒരു സമയമൊക്കെ കിട്ടും. വേറെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വേറെ ഇത് നമുക്ക് സമയമില്ല. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ, നമ്മുടെ ഡെയിലി വ്ളോഗ് അല്ലേ. അപ്പൊ അന്നത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ ഇങ്ങനെ പോവും. അത്രേ ഉള്ളൂ. VGS നായർ, വേണ്ടായിരുന്നു. അജുവിനെ കുറിച്ച് പറഞ്ഞ ഭക്ഷണ കാര്യം സരിത പറയണ്ടായിരുന്നു. അജു അത് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ടായിരുന്നു എങ്കിലും മനസ്സ് കരയുകയായിരുന്നു. ആ വിഷമം തീർക്കാൻ പച്ചമാങ്ങയും മിറാക്കിൾ ഫ്രൂട്ടൊക്കെ തിന്നു. ആ രാത്രി പട്ടിണി കിടക്കാൻ പ്ലാൻ ഇട്ടു. പക്ഷെ ക്യാമറ ഓഫ് ചെയ്തപ്പോൾ മാത്രം കളാഞ്ചിക്കറി കൂട്ടി ചോറ് തട്ടി. നമ്മുടെ ശ്രദ്ധ മാറി കണ്ടപ്പോ ചാടാൻ പോണി രണ്ടാളും പ്ലാൻ ഇട്ടു. രണ്ടുപേരെ അയച്ചിട്ടുണ്ട്, ശാലിനിയും റാനി അയച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഈ ഇതിലേക്കാന്ന് മനസ്സിലായി അവർക്ക്. ഇനി അവരെ ശ്രദ്ധിക്കില്ല മനസ്സിലായി. രണ്ടുപേരും പതുക്കെ പോയിട്ട് ചാടാൻ നോക്കണു. ജഗോ രണ്ടുപേരെ പൂട്ടിട്ടേ കൂട്ടിട്ടതാ രണ്ടുപേര്. എന്താ സൂത്രല്ലേ, ഭയങ്കര സൂത്ര. ഇന്നലെ വൈകുന്നേരം ഇതുപോലെ ചേട്ടൻ ഞാൻ പുല്ലിന് നനയ്ക്കാൻ ഇറങ്ങി. അപ്പൊ ഞങ്ങൾ രണ്ടാളും പുറത്തുണ്ടല്ലോ. അപ്പൊ രണ്ടുപേരെ അഴിച്ചിട്ടു. അപ്പോ ഞാനിവിടെ ഒക്കെ നനച്ച് ഫ്രണ്ടിലെത്തി. ചേട്ടനും ഫ്രണ്ടിൽ വന്നിരിക്കുക. അപ്പോ ഇവർ രണ്ടുപേരെ ഒരു ഇല അനങ്ങിയിട്ടില്ല. ഒരു ജീവി പോലും, എന്താ പറയുക, ഒരു വവ്വാല, അങ്ങനെ രാത്രിയാണ്, അങ്ങനത്തെ ഒരു സാധനം പോലും പറന്നിട്ടില്ല കേട്ടാ. ഇവരെന്തുട്ടിനോ ഭയങ്കര ഒരു സാധനത്തിനെ കണ്ട പോലെ രണ്ടുപേര് കുരച്ചിട്ട് ഒരു വരവാ ബാക്കിലേക്ക് പോന്നു. ഞങ്ങൾ രണ്ടാൾ ഫ്രണ്ടിലാണല്ലോ, ബാക്കിലേക്ക് വന്നു. എന്നിട്ട് ആ മൂലയിൽ ചെന്ന് നിൽക്കുക അങ്ങോട്ട് നോക്കിയിട്ട് ചാടാൻ വേണ്ടി. അപ്പം ഞാൻ കുറേ സമയത്ത് ഞങ്ങൾ ഇവരെ ശ്രദ്ധിക്കണില്ല എന്ന് തോന്നിയപ്പോഴേ രണ്ടുപേരും പതുക്കെ മുങ്ങാൻ എന്തുടനെയോ കണ്ട് കുറച്ച് പോണ പോലെ പോയിട്ട് ഇവിടെ നോക്കി നിൽക്കണം. ചേട്ടൻ വിളിച്ചു. ഞാൻ വെറുതെ ചേട്ടാ അവര് ചാടാനുള്ള പ്ലാൻ ഇട്ടിട്ട് അതേ അവിടെ മൂലയിൽ ചെന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ കോഴിക്കൂടിന്റെ ആ സൈഡിലത്തെ കമ്പോസ്റ്റ് കുഴിയുടെ മുകളിൽ കൂടെ ചാടി കടന്ന് ബാക്കിലെ മതില് ചാടലാണ് പരിപാടി.
പഠിച്ച വില്ലന്മാരാ. ഇപ്പൊ 8 ദിവസമായിട്ട് പുറത്തേക്ക് കടന്നിട്ടില്ല ചേട്ടാ. 8 ദിവസം കഴിഞ്ഞു. അതെ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയപ്പോ ചേട്ടാ പ്രാർത്ഥിച്ച് ഇമ്രാൻ ഇമ്രാനെ തിരിച്ചു വരൂ വേറെ പ്രാർത്ഥിച്ച് ഇമ്രാൻ തിരിച്ചു വന്നതാ. അപ്പം എന്തിട്ടുണ്ടായേ, അങ്ങനെ പട്ടിണി കിടക്കാൻ പ്ലാൻ ഇട്ടു. പക്ഷെ ക്യാമറ ഓഫ് ചെയ്തപ്പോൾ മാത്രം കാളാഞ്ചിക്കറിയും ചോറും തട്ടി. അത് സത്യമാണ്. പക്ഷെ ഈ മനസ്സ് വിങ്ങലൊന്നുമില്ല. ഞാൻ ഓഫ് ആക്കിയപ്പോഴാണോ തട്ടിയത്? അല്ലല്ലോ, അതിന് മുന്നേ തട്ടിയില്ലേ? ഇല്ലേ, കാണിച്ചില്ല. ഞാൻ വൈകുന്നേരം ചോറുണ്ടു. കറക്റ്റ് അത് ഞങ്ങൾ കഴിച്ചില്ല. ഞാൻ പറഞ്ഞു ആ മിറാക്കിൾ ഫ്രൂട്ട് കഴിക്കേണ്ട ടേസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് ചോറിനുള്ളത് നാളെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ ആള് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറയാം, അല്ലെങ്കിൽ ഇത്തിരി കഴിക്കുക അല്ലേ എന്ന് പറഞ്ഞിട്ട് കഴിച്ചു. മധുരായിരുന്നു വയലി ചെറുതായിട്ട്. അടുത്തത് സബിതാമണികണ്ഠൻ. ഇന്നത്തെ കറി കാളാഞ്ചിക്കറിയും അജുവേട്ടൻ ഫ്രൈയും. സരിത ചേച്ചി അജു ചേട്ടനെ ഫ്രൈ ചെയ്തു. രസം. അടുത്തത് വിജയലക്ഷ്മി. ഒരു അജു ഒരു സകല കലാവല്ലഭനാട്ടോ. പറമ്പിലെ പണിയായാലും പാചകമായാലും വാചകമായാലും കഥ പറഞ്ഞാലും വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതി തോന്നും. ജഗ്ഗുമോനാണെങ്കിൽ ഒരു പാവം കുട്ടി. സരിത ഭാഗ്യവതിയാണ്. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ. സന്തോഷം. അടുത്തത് റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. അജുചേട്ടൻ്റെ കഥയും തമാശകളും ഇല്ലെങ്കിൽ പിന്നെ എന്ത് രസമാണുള്ളത്. അതുള്ളിടത്തോളം കാലം ഒരിക്കലും ബോറടിക്കില്ല. പറ്റുമെങ്കിൽ എല്ലാം എഴുതണം. 4:25 സരിത മീങ്കച്ചോടം നടത്തട്ടെ. തെറ്റി പറഞ്ഞ അത് ഇതൊക്കെ മറ്റേ ആളുകളുടെ മറുപടിയാണ് കേട്ടോ നമ്മുടെ ആളുകൾ എഴുതിയിട്ടുള്ളത്. എല്ലാവരും നമ്മുടെ ആളുകൾ തന്നെ. അടുത്തത് ബീന പ്രഭാകരൻ. പഴയ കഥകൾ പറയുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതമാണെന്ന് തോന്നും. എനിക്ക് പഴയ ജീവിതകഥ ഇഷ്ടമാണ്. ലൈഫ് ടുഡേ. കാളാഞ്ചിക്കറിയേക്കാൾ രസം സരിതയെ വലിച്ചോണ്ട് പോയി കൂമ്പിന് കുത്തി കഥ പറയുന്നത് കാണാനാണ്. സരിത ചെറിയൊരു ചിരിയോടെ എന്ത് വേണേലും സംഭവിക്കാം എന്ന മട്ടിൽ കഥ കേട്ടിരിക്കുന്നത് കാണാനും രസമാണ്. ചിരിച്ചു ചത്തു. അടുത്തത് ബിന്ദു രാജേന്ദ്രൻ. ഹായ് അജു, സരിത. ഞാൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട്. എനിക്കിഷ്ടമായത് നിങ്ങളുടെ അവതരണമാണ്. വെച്ചുകെട്ടും നാട്യങ്ങളും ഒന്നുമില്ലാതെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നു. അടുത്തത് ഓസ്റ്റിൻ സേവിയർ. ഹൈലൈറ്റ്സിൽ കാണിക്കുന്ന കാളാഞ്ചി മീനിനെ ഞങ്ങൾ കൊച്ചിക്കാർ വിളിക്കുന്നത് കരുപ്പെട്ടി അഥവാ കടൽ കാളാഞ്ചി മീൻ എന്നാണ്. യഥാർത്ഥ കാളാഞ്ചി മീൻ ഇതല്ല. കരുപ്പെട്ടി മീൻ നല്ല മീൻ തന്നെയാണ്, പക്ഷെ രുചിയുടെ കാര്യത്തിൽ യഥാർത്ഥ കാളാഞ്ചിയാണ് മുന്നിൽ. അത് 2-3 പേര് എഴുതിയിട്ടുണ്ട്. കരുപ്പെട്ടി എന്നാണ് പറയാ. കാളാഞ്ചി ഇത് ശരിക്കുള്ള കാളാഞ്ചി അല്ല. കടലിൽ നിന്ന് പിടിക്കണ മീൻ വേണമെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഈ വളർത്തു മീനായതുകൊണ്ടാവും ഇതിനുള്ള ഒരു മണല്ലേ, ഒരു ഉറുമ്പുനാറ്റം പോലത്തെ ഒരു മണം. നിമറോസ് ഡേവിസ്. പാവം അജുചേട്ടൻ ദേ അവിടെ മെഴുകുതിരി പോലെ ഇരുന്നുരുകുന്നു. സാരമില്ല, പോട്ടെ. നിങ്ങൾ ഇങ്ങനെ തന്നെ വീഡിയോസ് ഇട്ടാൽ മതി. എനിക്കിതാണ് ഇഷ്ടം. ഡെയിലി ലൈഫ് വ്ളോഗുകളും കഥകളുമാണ് നിങ്ങളുടെ വീഡിയോസിൻ്റെ ഹൈലൈറ്റ്സ്. അജുചേട്ടൻ ഒരു കഥയൊക്കെ എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യൂ. കുറേ പേർ ആ ബുക്ക് വാങ്ങും. എത്ര കാലമായി പറഞ്ഞു. ഇന്നാളെ എഴുതാനായിട്ട് ഇരുന്നതായിരുന്നു. അപ്പൊ ആരും എന്നെ വിളിച്ചു എഴുതണ്ടെന്ന് പറഞ്ഞു. അല്ല, അപ്പൊ ഞാൻ എന്തോ കാര്യത്തിന് വന്നു. എഴുത്തില് നിർത്തിയോടെ. എന്റെ ദൈവം, ഒരു കാരണം പറയണതേ. എഴുതാൻ തുടങ്ങിയതായിരുന്നു. ഞാൻ ചേട്ടനോട് പറഞ്ഞു. ചേട്ടൻ എപ്പോഴും പറയണ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും പറയുമ്പോ. ഇപ്പൊ എവിടെയെങ്കിലും കുറച്ച് വൃത്തികേടുകളുണ്ട് ശരിക്കും വീടിന്റെ എവിടെയെങ്കിലും, അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ഇത് വൃത്തിയാക്കണം എന്ന് പറയാൻ എന്നോട് പറയട്ടോ. അപ്പൊ ഞാൻ അതിങ്ങനെ കേൾക്കും. അത് കഴിഞ്ഞ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കൂട്ടാ. കുറേ ദിവസം ഇങ്ങനെ അടുപ്പിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ആരായാലും ചോദിക്കില്ലേ, ഇതീ പറയണം നേരം ഞങ്ങളുടെ വൃത്തിയാക്കി കൂടെ. ഒരു 10-15 വട്ടം കേൾക്കുമ്പോൾ അത് പറഞ്ഞാൽ അപ്പം ചേട്ടൻ ദേഷ്യം വരും. നേരം കിട്ടണ്ടേ, സമയം കിട്ടണ്ടേ മനുഷ്യന്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അറിയോ എന്നൊക്കെ പറയും. അപ്പം ഇന്നലെ ഇപ്പം ഞാൻ അതുപോലെ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടനൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക ഇല്ലേ, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അപ്പം എല്ലാത്തിനും സമയം കിട്ടും. അപ്പം നേരം കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ടൈം ടേബിൾ ഉണ്ടാക്കാനും നേരമില്ലേ അതല്ല, അത് വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ചേട്ടാ 24 മണിക്കൂറില്ലേ, ഒരു ദിവസത്തിൽ 8 മണിക്കൂർ ഉറങ്ങുന്നു, ബാക്കി 16 മണിക്കൂറുണ്ടെന്ന്. അപ്പം 16 മണിക്കൂറിൽ ദിവസത്തിൽ ഒരു 2-3 മണിക്കൂർ കളയ്ക്കാൻ അങ്ങനെയായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാലേ ചേട്ടൻ എഴുതാൻ 1 മണിക്കൂർ കിട്ടും. എല്ലാത്തിനും എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു 4 മണിക്കൂർ മാറ്റി വയ്ക്കുക. അപ്പോൾ ഷോർട്സുകൾ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ആ ടൈം ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇന്നത്. ഒരു 5-6 മണിക്കൂർ ഒരു ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോഴും സമയമുണ്ടെന്ന്. അതൊന്നും ഉണ്ടാത്ത അറിയില്ല. അങ്ങനെ എഴുതും.
ബഷീർ നിബ്രാസ്. ഒട്ടും ബോറില്ല. ഇവിടെ വീഡിയോ രസകരമാകുന്നത് ചിക്കൻ കറിയോ മറ്റ് റെസിപ്പിയോ അല്ല, കുടുംബജീവിതത്തിലെ നർമ്മരസങ്ങൾ, അനുഭവകരമായ പഴയ ഓർമ്മകൾ, കൂട്ടുകുടുംബത്തിൻ്റെ ഒത്തൊരുമ, അജുബായിക്കാൻ്റെ നിഷ്കളങ്കമായ വർത്തമാനം. ഇതൊക്കെയാണ് ഇവിടെ നമ്മുടെ വീഡിയോൻ്റെ ഇതൊന്ന് ഇഷ്ടപ്പെടാൻ ഇല്ല. അത് ഞങ്ങളും പറയാറുണ്ടല്ലോ. ബിന്ദു മേനോൻ, ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അതിൽ കുറേ തമാശകൾ ഉണ്ടാവും, കുറേ വിഡിത്തുണ്ടാവും, കുറേ അറിവുകൾ പകർന്നു തരും. എല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സംസാരമായിരിക്കും. തൃശ്ശൂർ സ്ലാങ്, ഇറ്റ് ഈസ് വെരി സ്വീറ്റ്. കണ്ടിന്യൂ യുവർ വ്ളോഗ് ലൈക്ക് ദിസ്, വി ആർ റെഡി ടു എൻജോയ്. ചിലപ്പോൾ അജുവിൻ്റെ സംസാരം പഴയകാല സംഭവങ്ങളിലേക്ക്, പഴയ നാളുകളിലേക്കൊക്കെ കൊണ്ടുപോകും. ഐ ലവ് ഇറ്റ്. അടുത്തത് സു 84713. എന്നിട്ടാണോ പേരാളുടെ. ഹായ് ചക്കുപ്പേരി, ഞങ്ങൾക്ക് ചക്ക കിട്ടാൻ തുടങ്ങിയിട്ടില്ല. നമ്മളോടല്ല ഹായ് പറഞ്ഞ, ചക്കുപ്പേരി കണ്ടിട്ട് ഹായ് എന്ന് പറഞ്ഞു. മലയാളി കടകളിൽ നാട്ടിൽ നിന്ന് ചക്ക വരുമ്പോൾ പോയി വാങ്ങും. ചെറിയ ഒരു കൂരി ചക്കയ്ക്ക് 150 രൂപ ഒക്കെ വാങ്ങും. ചക്ക കുത്തിപ്പൊടിച്ച് കാച്ചിയതും കട്ടൻ ചായയും നമ്മൾ തൃശ്ശൂക്കാരുടെ ഫേവററ്റ് ഐറ്റമാണ്. എന്തായാലും പ്ലാവ് പേടിച്ച് ചക്ക തുരുതുര ഇടാൻ തുടങ്ങിയല്ലോ, നന്നായി. ഞാൻ വരുമ്പോൾ എനിക്കും തരണേ, ഞാനും ചക്ക കഴുകും. ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിറച്ച്. വലുതാവണമെങ്കിൽ ഒരു മെയ് മാസമൊക്കെ ആവും കേട്ടാ. അതൊക്കെ നമുക്ക് എന്നും കാണാം, അപ്ഡേറ്റ്സ് വരും. വലുതായി കഴിഞ്ഞാൽ ഞങ്ങൾ പറയാം, അപ്പൊ എല്ലാവരും വന്നോളോട്ട്, ആവശ്യമുള്ളവരൊക്കെ. ഇഷ്ടംപോലെ ചക്കുണ്ട്. അടുത്തത് അനിൽ ഗോപി, പൊളി വീഡിയോ, ചിരിച്ചു ഒരുപാട്, ചാർലി ഇമ്രാൻ സ്റ്റോറി. അടുത്തത് ഷീന ICL ആണോ? ഷീന, നിങ്ങളുടെ ഫാമിലി പണ്ടേ ഉയർന്ന ചിന്താഗതി ഉള്ളവരാണ് അജുവേട്ടാ. അതെന്താണെന്ന് വെച്ചാൽ പണ്ട് മുതലേ തൊട്ട് സ്ത്രീകളെ വീട്ടുജോലിക്കും എല്ലാ കാര്യത്തിനും അടുക്കളയിലും ഒക്കെ സഹായിക്കും ആണുങ്ങൾ ഇവിടുത്തെ. അതുകൊണ്ടാണ് അവർ പറയുന്നത്. ഇപ്പോഴാണല്ലോ കൂടുതൽ ആളുകൾ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സഹായിക്കാൻ. ഇപ്പോഴത്തെ തലമുറയിലത്തെ പിള്ളേര്, ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ള തലമുറയിൽ 25-26 വയസ്സൊക്കെ ആയിട്ടുള്ള പിള്ളേരൊക്കെ ജീവിക്കുള്ളൂ. ഒരുമിച്ച് ലിവിങ് ടുഗദറും ഒക്കെ അല്ല. ഇപ്പോ ലിവിങ് ടുഗദർ ആയിട്ടുള്ളവരായാലും ശരി, കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നവരായാലും ശരി, ഈക്വലാണ് അവര് ലൈഫില്. അതല്ലെങ്കിൽ പണി ഒപ്പെടുക്കാന്നല്ലെങ്കിൽ പെൺകുട്ടി അവനെ എടുത്ത് കാട്ടികളയും. പണിയെടുത്ത് തരേണ്ട കാര്യമൊന്നുമില്ല, അവള് പോവും. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണ്. അല്ലാണ്ട് നമ്മളുടെ പോലെയൊന്നും സഹിച്ച് ജീവിക്കലൊന്നും ഉണ്ടാവില്ല. സഹിച്ച് ജീവിക്കേ അല്ല, ഞാൻ പൊതുവായിട്ട് പറഞ്ഞതാണ്. എന്റെ കാര്യമല്ല, ഞാനൊന്നും സഹിച്ചിട്ടില്ലേ. എന്ത് സഹിക്കണോ? ഒന്നും സഹിച്ചിട്ടില്ല. എന്റെ പഴയ കാലഘട്ടം എന്നെ ഓർമ്മിപ്പിക്കണ്ട വെറുതെ. പഴയ കാലഘട്ടം പറയൂ. ഞാൻ ഈ ചേട്ടനെ കുറ്റം പറയല് നിർത്തി. അത് ഞാൻ ഉറപ്പിച്ചൊരു കാര്യം. അതുകൊണ്ട് ഇനി ചേട്ടന്റെ ഗുണങ്ങൾ മാത്രമേ ഇനി പറയുള്ളൂ. കുറേ ഗുണങ്ങളുണ്ട് ചേട്ടന്. അത് വീഡിയോ കൂടെ കാണുന്നുണ്ടല്ലോ ഗുണങ്ങളൊക്കെ. ദോഷങ്ങളും പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഇല്ല, പറയില്ല. എന്റെ ദോഷങ്ങളൊക്കെ ഞാൻ ഇവിടെ എല്ലാ ദോഷങ്ങളും വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോകളിൽ 99%. പിന്നെ ഉയർന്ന ചിന്താഗതി ഉള്ളവരാണ്. ശരിയാണ്. മറ്റേ ഭയങ്കര പുരോഗമന ചിന്ത. അത് അമ്മയച്ഛനും അങ്ങനെയാണ്. ഈ പണ്ടത്തെ കുറേ ന്യായങ്ങള് മര്യാദകള് അത് ഇതിങ്ങനെ ഇരിക്കുമ്പോൾ അത് അങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ പറയില്ലേ. ഓരോ പണ്ടത്തെ ഓരോ ന്യായങ്ങള് മര്യാദകള് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വർമ്മം നോക്കലൊക്കെ ഇതൊരു സംഭവേ ഇല്ല ഇവിടുത്തെ അച്ഛനമ്മയ്ക്ക്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ പറയുമ്പോൾ ഇത്തിരി ടൗണിൽ നിന്നാണ് വരണേ. അപ്പം എൻ്റെ അമ്മയ്ക്ക് അതൊക്കെ ഉണ്ട്. അമ്മയുടെ നാട് വെങ്ങിണിശ്ശേരി. അവിടെ കുറേ ഇപ്പോഴും ന്യായം മര്യാദ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കണവരാ. ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ മതി പിണക്കങ്ങൾ വരാൻ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾക്ക് അമ്മയും ഇതൊക്കെ പറഞ്ഞു തന്നിട്ടാണല്ലോ നമ്മൾ ജീവിക്കണം. അപ്പോൾ എങ്ങടെയെങ്കിലും പോകുമ്പോൾ അച്ഛനോട് അമ്മോട് അനുവാദം ചോദിച്ചിട്ട് വേണം. കല്യാണത്തിന് മുന്നേ എങ്ങനെ പറഞ്ഞുതരും. അവിടെ അച്ഛനോട് അമ്മോട് അനുവാദം ചോദിച്ചിട്ട് വേണം കേട്ടോ പുറത്തേക്ക് പോകാൻ. അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരും പറയണില്ല. ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ പുറത്ത് പോകണ്ടെങ്കിൽ അവർ പോവും വരും അങ്ങനെയൊക്കെ. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയലാറ് ഞാൻ പോയിട്ട് അമ്മോട് പറയാം, അമ്മ ഇന്ന സ്ഥലത്തേക്ക് പോട്ടെ എന്നൊക്കെ അമ്മോട് അനുവാദമൊക്കെ ചോദിക്കും. അപ്പം അമ്മ എന്നെ വിചാരിക്കും ഇത് എന്തിനും ഇപ്പം എന്നോട് പറയണം ഇവള് വന്നിട്ട്. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അതിന്റെ അല്ല ഇപ്പൊ സരിത പറഞ്ഞില്ല ഇവിടുത്തെ അങ്ങനെയൊക്കെയായിരുന്നു. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ഭക്ഷണം നമ്മള് എടുത്ത് കഴിക്കുന്നു. അപ്പൊ അമ്മ ചേട്ടനെ കുറിച്ചിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ചേട്ടനെ കുറിച്ച് കേട്ട 2 ആരോപണങ്ങളാണ്. ഒന്ന് ആരംഭശൂരത. ചേട്ടന് ആരംഭശൂരതയാണ്. അതായത് എന്തൊരു കാര്യം തുടങ്ങാന്ന് പറഞ്ഞാൽ തുടക്കത്തെ ചേട്ടൻ്റെ ഇൻട്രസ്റ്റും അതിന് വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടെല്ലാം അങ്ങോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് മല മറയ്ക്കും തോന്നും. അതോടുകൂടി ചേട്ടൻ കഴിഞ്ഞു.
പിന്നെ ചേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കാനോ ആ തുടങ്ങി വെച്ച കാര്യം പൂർത്തിയാക്കാനോ ഒരു താല്പര്യമില്ല. അപ്പം എന്നോട് ഫോണിൽ ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചിരിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് കേട്ടാ, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അപ്പം നീ എനിക്ക് ഫുൾ സപ്പോർട്ട് തരണം, നീ എന്നെ ബാക്കിൽ നിന്ന് ഉന്തിക്കൊണ്ടിരിക്കണം, എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഞാൻ തുടക്കത്തെ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത് ബാക്കിലേക്ക് പോവും. അപ്പം എനിക്ക് അത് ഒരു ആരംഭശൂരത എന്നുള്ളൊരു സാധനം എനിക്കുണ്ട്. അപ്പം നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ആൾ. അപ്പം അതൊന്ന്. 2, നമ്മുടെ അമ്മ പറഞ്ഞത് എപ്പോഴും അവനെ അജു അമ്പ്രാളുടെ മുതലടങ്ങലവന്. അത് തൃശ്ശൂർക്കാരുടെ ഒരു പഴഞ്ചൊല്ല് എന്ന് പറയാൻ പറ്റില്ല, ഒരു ശൈലിയാണ്. അങ്ങനെ സംസാരത്തിൽ ഒരു പദപ്രയോഗമാണത്. അമ്പ്രാളുടെ മുതലടങ്ങുക തിന്നാന്ന് മാത്രല്ല ഉള്ളത് മുഴുവൻ ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ, ഇഷ്ടമില്ലാത്ത സാധനമാണോ ആ വസ്തിക്ക് ചേട്ടൻ പൂവില്ല തിരിഞ്ഞു നോക്കില്ല. ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ ഇതാണ് പരിപാടി. അത് അമ്മ പറയാറുണ്ട്. അത് അജുവിന്റെ സ്വഭാവം. ഈ ആരംഭശൂരത്വം വളരെയധികം പേർക്കുണ്ട്, കണ്ടമാനം പേർക്കുണ്ട് ആരംഭശൂരത്വം. ഇപ്പോഴൊന്നും ആരംഭശൂരത്തില്ല ചേട്ടാ. ഞാൻ ആ നാടകം പഠിക്കാൻ പോയതിന് ചേട്ടൻ നമുക്ക് ഓരോ സാധനം നേടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ പരിശ്രമിക്കുക എന്നുള്ള ഇത് വന്നില്ലേ, മാറിയില്ലേ ഞാനാകെ. വായിക്കി അടുത്തത് ഇതൊക്കെ പറഞ്ഞു ഞാൻ ആലോചിക്കണം. അല്ല അതൊക്കെ സാധാരണ എല്ലാവർക്കുള്ള കാര്യങ്ങൾ, കുറെ ആളുകളുള്ള കാര്യങ്ങളാണ്, ഞാൻ മാത്രമല്ല അവരും ഉണ്ട്. അടുത്തത് ടെൻസി ജോയ്. അജൂസ് ഓൾഡ് സ്റ്റോറി ഈസ് സൂപ്പർ, ഓൾഡ് ഈസ് ഗോൾഡ്, സരിത ഈസ് സ്ട്രേറ്റ് ഫോർവേഡ് ലൈക്ക് മീ. സന്തോഷം. എന്നെ പോലെ സ്ട്രേറ്റ് ഫോർവേഡായിട്ടുള്ള കാര്യമുള്ളതുപോലെ പറയുന്ന, നുണ പറയാൻ ഇഷ്ടമില്ലാത്ത, അഭിനയങ്ങൾ നാട്യങ്ങൾ ഇഷ്ടമില്ലാത്ത, അതായത് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി എനിക്ക് തന്നെ അറിയാം എൻ്റെ സ്വഭാവം മോശമാണ്. അപ്പം ഞാൻ എൻ്റെ ഈ സ്വഭാവത്തിൽ നിന്ന് ഞാൻ എന്നെ കുറ്റം പറയുക ആൾക്കാർ. അപ്പം അത് പാടില്ല. എനിക്കത് കേൾക്കാനും പറ്റില്ല. എനിക്ക് എന്നെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കണം. അപ്പോൾ എൻ്റെ സ്വഭാവത്തിനെ ശരിക്കുള്ള ഹൈഡ് ചെയ്ത് വെച്ചിട്ട് വേറൊരാളായിട്ട് മറ്റുള്ളവരിൽ അഭിനയിച്ച് കാണിക്കുക. അപ്പോൾ എനിക്ക് കുറേ പുകഴ്ത്തൽ കേൾക്കാൻ പറ്റും. എൻ്റെ അടുത്ത് എൻ്റെ അമ്മ ചോദിക്കാറുണ്ട്, നിൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്, സമ്മതിച്ചു, നിനക്ക് ആ ക്യാമറ ഓണാക്കുമ്പോഴെങ്കിലും ഒന്നും മര്യാദയ്ക്ക് ഒരു അടക്കൊതുക്കത്തിൽ അജുവിനൊക്കെ അനുസരിച്ച് നിൽക്കുന്ന ഒരു ഭാര്യയായിട്ട് നിന്നൂടെ, എന്നിട്ട് കുഴപ്പം? ഒരു വീഡിയോ എടുക്കുന്ന സമയം മുഴുവൻ ഒരു നല്ലൊരു കുലസ്ത്രീയായിട്ട് നിനക്ക് നിൽക്കണമെന്നിട്ട് കുഴപ്പം? കമൻസ് എനിക്ക് മോശം കമൻസ് വരുന്നത് അമ്മയ്ക്കും അച്ഛനൊക്കെ വായിക്കുമ്പോൾ വിഷമമാണല്ലോ. അപ്പം നിനക്ക് നല്ല കമൻസ് വരില്ലേ, നിന്നെയും ആളുകൾ പുകഴ്ത്തി പറയില്ലേ, അപ്പോൾ ഒക്കെ നിനക്ക് അങ്ങനെയൊക്കെ ചെയ്തുകൂടെയും ചോദിക്കും. അപ്പം ഞാൻ പറയും, ഞാനല്ലാണ്ട് നിന്നിട്ട് എനിക്ക് പുകഴ്ത്തിൽ കേട്ടിട്ട് എന്താ കാര്യം? അപ്പം ചിലപ്പോൾ എന്നെ കുറേ പേര് അനുഗ്രഹിക്കും, അയ്യോ സരിത മോള് എന്തൊരു നല്ല മോളാ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ അനുഗ്രഹമൊക്കെ എനിക്ക് ശാപമായിട്ട് മാറും. കാരണം ഞാൻ നിങ്ങളെ പറ്റിക്കുക ചെയ്യണേ. അപ്പം അങ്ങനത്തെ ഒരു ആളുകൾ എനിക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും എന്നെ എത്ര അനുഗ്രഹിച്ചാലും ഫലിക്കില്ല. അത് ഞാനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ മതി. അങ്ങനെ ഇഷ്ടപ്പെട്ടോ? എന്തുട്ടാ പിടിച്ച് മെത്തയില് കിടത്തിയൊക്കെ എടുക്കില്ല, മെത്തല്ലേ, പിന്നെ ഏത് മെത്തയാ? ഒരു ബ്രാഹ്മണന്റെ ഒരു കഥ പറയില്ലേ, അത് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങനെ അപ്പോ മെറിഷ് തട്ടപ്പറമ്പിൽ 8-18 നാടനാണെങ്കിൽ നല്ല പഠിപ്പുള്ളതാ, ഷെയ്ക്കൻ്റെ ഒക്കെ തരും. കമന്റ് എഴുതാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അജു. എന്താ ചെയ്യാ, ചിരിച്ചിരിച്ചാവും. ഞാൻ എല്ലാ വീഡിയോയും കാണും, പക്ഷെ കമന്റ് ഒന്നും എഴുതാറില്ല. എൻ്റെ ഓർമ്മയിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് മാക്സിമം 3-4 കമന്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നാടനായ എന്ന് പറഞ്ഞപ്പോഴല്ലേ, നാടനായാലും നല്ല പഠിപ്പുണ്ട്. റോസ് പ്രവീൺ, അജു യു ആർ സോ ഓപ്പൺ ഹാർട്ടഡ്, വെരി നാച്ചുറൽ ആൻഡ് പ്യുവർ, മലയാളം വേ. അടുത്തത് ബിന്ദു PS. എനിക്ക് തോന്നുന്നു നമുക്ക് കമന്റ് ഇടുന്നതിൽ ഏറ്റവും കൂടുതൽ പേരുടെ പേര് ബിന്ദു എന്ന് അല്ലേ. കുറേ ബിന്ദു ചേച്ചിമാരുണ്ട്. ബിന്ദു PS, അജു വലയിൽ പെടും, സരിത പെടുല്ലോ. ആ ഡയലോഗ് പൊളിച്ചു. അയ്യോ അത് വല പെടുന്ന് പറഞ്ഞ സാധനമാണ്, എനിക്ക് മനസ്സിലായി. തോമസ് മംഗലം, നമസ്കാരം ട്ടാ. ഇതെന്തുട്ടണ്ട ഗ്രഹിണി പിടിച്ച പിള്ളേര് ചക്ക കൂട്ടാൻ കണ്ട പോലെ എന്ന് എൻ്റെ അമ്മാമ്മ പറയണത് കേട്ടിട്ടുണ്ട്. ചക്ക കൂട്ടാൻ കാച്ചുമ്പോൾ അജുവിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ഏതാണ്ട് അതായിരുന്നു. ഇനി 3 മാസത്തോളം ചക്ക മയമല്ലേ, തിമിർക്കാലോ അല്ലേ, എത്ര അധികം കഴിച്ചിട്ടുണ്ടല്ലോ. ചക്കുപ്പേരി, എരിശ്ശേരി, ചക്കക്കുരുപ്പേരി, ചക്കക്കുരു ചെമ്മീൻ മാങ്ങിയിട്ട് പാല് പിഴിഞ്ഞ് വെച്ചത്, ചക്ക വറുത്തത്, വരട്ടിയത്, ചക്ക അലുവ. എൻ്റെ പൊന്നോ, സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ. ഇമ്രാനും ചാർലിയും എൻ്റെ അജു തെരുവ് നായ്ക്കളാണ് അവറ്റകൾ. കശത്ത
എത്ര മുടക്കിയവറ്റകൾക്കായി വല്ല പ്രയോജനം ഉണ്ടായോ? എത്ര ചെരുപ്പുകൾ, ചവിട്ടികൾ, ഒരു റോൾ ഇലക്ട്രിക് വയറ്, മതിൽ പണി, പെയിൻ്റ് അടി, ഡോഗ് ഫുഡ്, ഡോഗ് ഷാമ്പു, വേറെ പല ചില്ലറ ചെലവുകൾ. അട്ടകളെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കുമോ? മുടക്കിയ കാശിൻ്റെ പകുതി കൊണ്ട് നല്ല ഇനം നായയെ വാങ്ങാമായിരുന്നു, നായയെ വളർത്തണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ. അത് മുഴുവൻ ശരിയാണെന്ന് ഞങ്ങൾ പറയണില്ല. കാരണം വെച്ചാൽ ഇവറ്റങ്ങളുടെ വീട് നോക്കുന്നുണ്ടല്ലോ, അത് വലിയൊരു, അത് നമുക്ക് വിലമതിക്കാനാവാത്തൊരു സംഗതിയാണ്. പിന്നെ നമുക്ക് ഇവറ്റങ്ങളെ കളിപ്പിക്കുമ്പോൾ നായകളെ വളർത്തണം, നിർബന്ധം ഉണ്ടായിട്ട് വളർത്തണമെന്നല്ല നമ്മള്. ചേട്ടന് ഇങ്ങനെ പുറത്തീ പോകുമ്പോ ഇങ്ങനെ പുറത്തൊക്കെ കിടന്ന് വിറ്റുകൾ നടക്കണ കാണുമ്പോൾ എടുത്തിട്ട് വരുന്നതാണ് പണ്ട് തൊട്ടേ. അതന്നെ. പിന്നെ മാത്രല്ല, നമ്മളിവിടെ കുറെ വീടുകളുണ്ട്, ആകെ തുറന്നു കിടക്കാണ്. ഇവിടെ വലിയ പറമ്പ് കാട് പിടിച്ച് കിടക്കണു, അപ്പുറത്ത് വലിയ പാടം ഇങ്ങനെ കിടക്കണു, പല ആളുകളും അതിൽ കൂടെ ഒക്കെ പോണതാണ്. അപ്പൊ നമുക്കൊരു വീട് കാവലിന് എപ്പോഴും നായ്ക്കള് നല്ലതല്ലേ. എന്തെങ്കിലും ഒരു അനക്കം കേട്ട വിറ്റുകൾ കുറച്ച് നമുക്കൊരു ഇത് കിട്ടില്ലോ. പിന്നെ ഇവറ്റങ്ങളെ കളിപ്പിക്കുമ്പോൾ ഇവിടെ ഓടി നടക്കുമ്പോഴുള്ള സന്തോഷമല്ലേ, നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലേ, എനർജി. അത് നമുക്ക് ഇങ്ങനെ ഈ കാശ് കൊടുത്താൽ കിട്ടില്ല. പറ്റില്ല, കുറേ സംഗതികൾ നശിപ്പിക്കും. അതിപ്പോൾ നമ്മുടെ വില കൂടിയ നായകളെ കൊണ്ട് അവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോയി 5,000 ഏറ്റവും മിനിമം ഒരു ട്രിപ്പ് പോകുമ്പോൾ ചിലവ് വരും. അങ്ങനത്തെ നമുക്ക് അങ്ങനെ ഇപ്പൊ വില കൂടിയ നായ്ക്കളെ വാങ്ങിച്ചാൽ അവരതുപോലെ കെയർ ചെയ്ത് വളർത്തണ്ടേ, അവരൊക്കെയുള്ള മരുന്നുകളും അവരുടെ ഇതുകളും. പിന്നെ അവരകത്തൊക്കെ ഇട്ടവും വളർത്താം, പുറത്തേക്ക് ഇറക്കില്ല. അതിനോട് നമുക്ക് താല്പര്യമില്ല. അകത്ത് നായ്ക്കളെ കയറ്റി വളർത്തുക, അങ്ങനെ ചെയ്യണ വളർത്തുന്നവര് അതുപോലെ നല്ല ക്ലീൻ ആയിട്ട് അവരുടെ കൂടെ ബെഡിലൊക്കെ കിടന്നുറങ്ങി അങ്ങനെ വളർത്തുന്ന നായ്ക്കളുണ്ട്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടല്ലേ. നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ അകത്തേക്ക് ഇവറ്റങ്ങളെ കയറ്റലും ഇവറ്റകളെ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ പുറത്തുനിന്ന് നായ്ക്കളെ എടുത്തുകൊണ്ട് വരുമ്പോൾ പുറത്ത് 2 കുറഞ്ഞൂലോ. അങ്ങനെയും ഒരു നിലപാടുള്ളത് കൊണ്ടാണ് ഇത് പുറത്തുനിന്ന് എടുത്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇവിടെ പ്രസവിക്കുകയല്ലോ. അടുത്തത് ഷീജ ഫിലിപ്പ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയ്ക്കും ഇവറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഒരു വീട്ടിലുള്ളിലായിട്ട് തളച്ചിടപ്പെട്ടിട്ടില്ലല്ലോ. മൊത്തം കറങ്ങി നടക്കലല്ലായിരുന്നേ എല്ലാവരും. അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു വിഷയമല്ല. അവര് പുറത്തേക്ക് പോകണം തോന്നുമ്പോ പോവും, കറങ്ങും. ഇപ്പോൾ ഇവിടുത്തെ ടൈസനും അംബ്രോസും പേളിയൊക്കെ പുറത്താണ്, ഫുൾ ടൈം പുറത്ത് കറങ്ങാൻ പോവും. അവർക്ക് തോന്നുമ്പോ അവര് കയറി വരും. അങ്ങനെയാണ്. ഷീജ ഫിലിപ്പ്. നന്നായി അജു. എൻ്റെ ഹസ്ബൻഡ് എല്ലാ ജോലിയിലും എന്നെ സഹായിക്കും. ഇവിടെ ജോലിക്കാരും ഉണ്ട്. അവരെ പുറംപണിക്ക് വിട്ടിട്ട് ഞങ്ങൾ 2 പേരും കൂടി എല്ലാ പണിയും ചെയ്യും. നല്ല കാര്യം അതന്നെ. ഇതൊക്കെ കാണണം, ഭർത്താക്കന്മാര് മടിയന്മാരായിട്ടിരിക്കുന്ന ഭർത്താക്കന്മാരൊന്ന് ഇറങ്ങ്, എന്നിട്ട് ഭാര്യമാരൊന്ന് സഹായിക്കി. പെണ്ണുങ്ങൾക്കും തുറ്റ പണിയാവും. ഒരു ചോറും കൂട്ടാനും വെച്ചൊന്നും അടിച്ചു വാരി തുടച്ചു, ഇത് അത്ര വലിയ പണി എന്ന് പറഞ്ഞിരിക്കണ കുറേ പേരുണ്ട്. അവരൊന്നും ഒരു ദിവസം ഒന്ന് ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട് എന്തിട്ടാണ്. അടുത്തത് ശാന്തി വിജയൻ. നമസ്കാരം അജൂസ് വേൾഡ്. നമസ്കാരം. ഞാൻ എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശ് എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ആളാണ്. അവിടെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന പോലെ ചക്ക, കപ്പ എന്നിവ കൊത്തി നുറുക്കി ഉള്ളി, മുളക് എന്നിവ ചതച്ച് ചേർത്ത് കടുക് വറുത്താണ് എടുക്കുന്നത്. ഉപ്പേരി എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നതും. എന്നാൽ കല്യാണം കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിൽ വന്നതിന് ശേഷം ഒരിക്കൽ ഭർത്താവ് ചോറുണ്ണുന്ന സമയം ഞാൻ ചോദിച്ചു, ഉപ്പേരി എടുക്കട്ടെ എന്ന്. അദ്ദേഹം സംശയദൃഷ്ടിയോടെ എന്നെ നോക്കി. ചോറിന്റെ കൂടെയാണോ ഉപ്പേരി തിന്നുന്നത്? അപ്പൊ എനിക്കും സംശയം അല്ലേ. ഞാൻ മനസ്സിലോർത്തു, എന്തായാലും ശകലം എടു. ഭർത്താവിൻ്റെ ആജ്ഞ ഞാൻ അനുസരിച്ചു. ഭയഭക്തി ബഹുമാനത്തോടെ ഞാൻ ഉപ്പേരി കൊണ്ടു കൊടുത്തു. അതിനുശേഷം എന്നെയും നോക്കിക്കൊണ്ട് അദ്ദേഹം മൊഴിഞ്ഞു, ഇത് ഉപ്പേരിയല്ലല്ലോ, മെഴുക്കുപുരട്ടിയല്ലേ. തൽക്കാലം ഞാൻ തർക്കിക്കാൻ നിന്നില്ല. പുതുമോടിയാണേ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സംഭവം. 1985 കേട്ടോ കല്യാണം. അന്ന് എനിക്ക് 20 വയസ്സ്. അദ്ദേഹം ഇന്നില്ല. ഇന്ന് മക്കളും കൊച്ചുമക്കളും കൂടെ ഞാനും. ചതച്ച ഉള്ളിമുളകും കടുക് വറുത്ത് ചേർക്കാത്ത മെഴുക്കുപുരട്ടിയും തോരനും ഇപ്പോഴും എനിക്കിഷ്ടമില്ല. നിങ്ങളെ ഒരുപാട് ഇഷ്ടം. ബിസിനസ്സിൽ ഉയരങ്ങളിലെത്തട്ടെ. ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. പുത്തൻകുരിശുകാരി ചങ്ങനാശ്ശേരിക്കാരിയായി മാറി. പക്ഷെ എന്നാലും നമ്മുടെ ഈ കുത്തിക്കാച്ചണ സാധനം തന്നെയാണ് ഇഷ്ടം. അടുത്തത് ഷാജി ഫിലിപ്പ്. CCTV ക്ലിപ്പ് ഒക്കെ എന്ത്? ഞങ്ങൾക്ക് അജു ചേട്ടൻ അഭിനയിച്ച് കാണിക്കണം, അല്ലാതെ എന്ത് തേങ്ങയാണ്. അടുത്തത് മിനി എസ് കുമാർ. ഒറ്റ മോനാണ് എൻ്റെ ഹസ്. മേശപ്പുറത്ത് വെച്ച കറിപ്പാത്രത്തിൽ നിന്ന് തനിയെ എടുക്കില്ല, എടുത്തു കൊടുക്കണം. കൊടുക്കരുത്, വേണമെങ്കിൽ എടുത്ത് കഴിച്ചു തോന്നിട്ട് പോകണം അവിടെ നിന്ന്. അല്ല പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഇതൊക്കെ ആൾക്കാരെ അങ്ങനത്തെ സ്വഭാവങ്ങൾ. എന്ത് കഷ്ടല്ലേ. ഇപ്പൊ കൂട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് നീട്ടി വിളിക്കുമ്പോൾ ഭാര്യമ്മ അടുക്കളയിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പണി എടുക്കണോ കുറച്ച് കൂട്ടാൻ ഒഴിച്ചെന്ന് പറയും. എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി അത് ഇവർക്ക് ഇങ്ങനെ എടുത്ത് ഒഴിച്ചാൽ മതി. ഞാൻ കുറെ പേരെ കണ്ടിട്ടോ. അയ്യോ,
അവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയാ മറ്റേ ഇതിൽ പറയില്ലേ ഈ ജയറാമൻ മറ്റേ മുഖചിത്ര സിനിമയില്ലേ അവളെ ഇത് കണ്ടി അപ്പ ചെപ്പമോന്ന് കൊടുക്കാൻ തോന്നില്ലേ അതുപോലെ തോന്നുന്നു അങ്ങനത്തെ ആൾക്കാരിന്ന് കാണണ്ടാവട്ടെ അങ്ങനത്തെ ഭർത്താക്കന്മാര് അവരിപ്പോ ഇങ്ങനെ ഇരിക്കണ്ടോ? കുഴപ്പമില്ല, അത് നമുക്ക് അത് ഒരു പാഠമാണ് നമുക്ക്. അല്ല ചെറുപ്പം തൊട്ട് ശീലിപ്പിക്കണേന്റെയും ഉണ്ടാവും അല്ലേ? ഇപ്പൊ ജഗ്ഗുവിനെയൊക്കെ നമ്മള് ശീലിപ്പിക്കണല്ലോ നമ്മള് ശരിക്കും പറഞ്ഞ പണികളൊന്നും. ഇന്നാളൊരു മാഗി അല്ല എന്നിട്ട് ഒരു സാധനം തന്നെ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെന്താ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പാത്രം ഞാൻ എൻ്റെ പണികളൊക്കെ ഞാൻ അടുക്കള ക്ലീൻ ആക്കിയിട്ട് ഞാൻ പോയപ്പോഴാണ് ഇവന് ഒരു ഷോർട്സ് കണ്ടിട്ടേ മറ്റേ നൂഡിൽസ് വെച്ചിട്ടൊരു സാധനം. അപ്പം നോക്കിയപ്പോൾ അതിന് ആവശ്യമായ ചേരുവകളൊക്കെ വീട്ടിലുണ്ട്. അപ്പം ആൾക്കത് ഉണ്ടാക്കണം തോന്നി. അത് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞിട്ട് പറയാം എന്തോരം പണിയല്ലേ ഒരു സാധനം ഉണ്ടാക്കാം. അപ്പം ഞങ്ങൾ മനസ്സിലായില്ല ഇപ്പോൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ ഒരു പാത്രത്തുമ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത ആൾ കുറേ പാത്രങ്ങൾ വേണം ഉണ്ടാക്കാൻ. ആ പാത്രം അതിൽ വേവിക്കൽ കഴിഞ്ഞ് പിന്നെ അതിൽ തന്നെ ഫ്രൈ ചെയ്യണം. അപ്പം അതന്നെ കഴുകി ഉപയോഗിച്ച് അങ്ങനെയായിട്ട് ഒരു പാത്രം തന്നെ വേണ്ടി വന്നു. വേറെ അധികം അവിടെ വൃത്തികേടൊന്നും ആക്കിയിട്ടില്ല അങ്ങനെ. അപ്പം അവരെ ചീപ്പിച്ച് ഈ ഒറ്റ മോനാകുമ്പോൾ പ്രത്യേകിച്ചേ പിള്ളേരെ ഈ അമ്മമാർ ഇങ്ങനെ ഒന്നും ചെയ്യിപ്പിക്കാണ്ട് ഒക്കെ വായിലേക്ക് കൊടുത്ത് വളർത്തിയിട്ട് അപ്പോൾ തനി എടുക്കില്ല, എടുത്തു കൊടുക്കണം. അജുവിൻ്റെ പാചകകല കാണുമ്പോൾ എനിക്ക് അസൂയ വരും. പക്ഷേ ബാക്കിയെല്ലാം ഡബിൾ ഓക്കെയാണ് കേട്ടോ. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നാളുടെ കുഴപ്പം, ബാക്കിയൊക്കെ ഡബിൾ ഓക്കെയാണ്. അടുത്തത് രമണി പടിഞ്ഞാക്കര. ഉപമകൾക്ക് അജുവിന് അവാർഡ് കൊടുക്കണം. സരിതേ ചക്കുപ്പേര് സൂപ്പർ. മണികണ്ഠൻ നായർ. ഇപ്പോൾ പ്രതികരണം പരിപാടി നിർത്തിവെച്ചോ? കാണുന്നില്ല. അതോ എൻ്റെ കമൻറ്റ് വായിക്കണമെന്ന് വിചാരിച്ച് നിർത്തിയതാണോ? എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞ കൊനഷ്ട വർത്താനം പറയല്ലേ. ചേട്ടൻ്റെ കമൻറ്റ് വായിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ കമൻറ്റ് വായന തന്നെ നിർത്തിവെച്ചു എന്നാ. മൂന്നാലാഴ്ച നമ്മൾ കമന്റ് വായിച്ചില്ല. പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച അതിന്റെ മുന്നത്തെ ഞായറാഴ്ച ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഒന്ന് നമ്മുടെ ജ്യൂസ് വേൾഡ് ചാനലൊന്ന് എടുത്ത് നോക്കി നോക്കിട്ടാ. അടുത്തത് മുല്ല ഷബീർ. എൻ്റെ വീട്ടിൽ ഒരു വടുകപ്പുളി നാരങ്ങയുടെ മരമുണ്ടായിരുന്നു. വെച്ചിട്ട് 25 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു നാരങ്ങ പോലും ഉണ്ടാവുന്നില്ല. 25 കൊല്ലട്ടാ. അതിൽ ഞാൻ ഏറെ ദുഃഖിതനായിരുന്നു. പല കർഷകരെയും കൊണ്ടുവന്ന് കാണിച്ചു നോക്കി. അവരൊക്കെ പറഞ്ഞത് കായ ഉണ്ടാവാത്ത സൈസാണെന്ന്. വെട്ടിക്കളഞ്ഞാലൊന്ന് പലവട്ടം ആലോചിച്ചു, പക്ഷെ മനസ്സനുവദിച്ചില്ല. അങ്ങനെ തൊട്ട വീട്ടിലെ മേരി ചേട്ടത്തിയോട് പറഞ്ഞു ഞാൻ, ചേട്ടത്തിയാരെ നിങ്ങൾ പോയി കുർബാനക്കിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ എൻ്റെ വടുകപ്പുളി മരത്തിൻ്റെ കാര്യം കൂടി കർത്താവിനോട് ഒന്ന് പറയണേ, നിറച്ചും കായ ഉണ്ടാവാൻ. ചേട്ടത്തിയാർ പറഞ്ഞു, അതിന് പ്രാർത്ഥിക്കൊന്നും വേണ്ടറാ, അതിൻ്റെ ചോട്ടിൽ ചെന്നിട്ട് നീ മര്യാദയ്ക്ക് കാച്ചോ, അല്ലെങ്കിൽ വെട്ടി മുറിച്ച് തെങ്ങിന് വളാക്കും. വെട്ടോത്തിയായിട്ട് ചെന്ന് നിന്ന് പറയുന്നു പറഞ്ഞു. വേണമെങ്കിൽ ഒരു ചില്ലയിൽ ഒരു വെട്ടും കൊടുത്തോ, ഒരാഴ്ചയ്ക്കുള്ളിൽ കായ്ച്ചില്ലെങ്കിൽ എന്നോട് പറയൂട്ടാ എന്ന് പറഞ്ഞു. എന്തോ കുറച്ച് ദിവസം കഴിഞ്ഞു എൻ്റെ പെങ്ങള് മുറ്റമടിക്കുമ്പോൾ അതിൻ്റെ കടയ്ക്ക് പോയപ്പോണ്ട് എന്തോ അതാ മഹാത്ഭുതം. അവൾ എന്നെ വിളിച്ച് കാണിച്ചു നിറയെ കായ്കൾ എല്ലാ ജില്ലയിലും. സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. ആ സമയത്ത് ഒരു മഴ പെയ്തിരുന്നെങ്കിൽ ദും 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 ദുബിനാദം നാദം നാദം എന്ന പാട്ടും വെച്ച് ഞാൻ അർമാദിക്കുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിരവധി കായകൾ ഉണ്ടായി പൊട്ടിച്ചത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് അന്ധവിശ്വാസം എന്ന് തോന്നും. പക്ഷെ തോന്നുന്നവർക്ക് തോന്നട്ടെ, എനിക്ക് നല്ല വിശ്വാസമുണ്ടായി. അതുപോലെയാണ് കായ്ക്കാതെ നിന്ന അജുവേട്ടൻ്റെ അരുമയായ പ്ലാവ് ഒരുമയോടെ കായ്ച്ചത്. അജുവേട്ടൻ്റെ ആയുധക്രിയ ഫലിച്ചു. മനുഷ്യനെ പോലെ അവർക്കും ജീവനുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഭീഷണിയുടെ മുമ്പിൽ അവർ പേടിച്ച് മുട്ടുകുത്തിയതാവാം. അതൊരു സെക്ഷൻ ടാം. ഇനി ചാർലിക്കും ഇമ്രാനും കൂട്ടായി ഒരുത്തിയെ കൊണ്ടുവന്ന് കൊടുക്ക്. ചിലപ്പോൾ ഈ ചാടിപ്പോകുന്ന പ്രവണത നിർത്തിയേക്കും. അവർ ആരോ ഒരുത്തിയെ കാണാൻ ആണ് ചാടുന്നത് എന്ന് തോന്നുന്നു. അതിനെ കൊണ്ടുവന്നല്ലേ പേളീനെ. അപ്പൊ അവള് ചാടിപ്പോയി. അവള് ചാടിപ്പോയി. ഇതിനെയൊക്കെ നോക്കാനായിട്ട് വലിയ പുലിവാലാണെന്നേ. ഇനി പട്ടികൾ എടുത്തോണ്ടിരുന്ന ഇഷ്ടം പോലെ തന്നെ മതി. അടുത്തത് ദീപാലാലു. രാവിലെ ചക്ക കൂട്ടാൻ ഉണ്ടാക്കി കൊതിപ്പിച്ചു. നമ്മളിവിടെ തേങ്ങയും കൂട്ടി ചേർത്താണ് ചക്കയ്ക്ക് അരയ്ക്കുന്നത്. അടുത്തത് മിനി ദിവാകരൻ. അജു, സരിത, ജഗ്ഗു ഗുഡ് മോർണിംഗ്. എനിക്ക് പഴുത്ത ചക്ക ഇഷ്ടമാണ്. ഒരു ചക്ക തരുമോ? ഞാൻ ഈ മാസം അവസാനം ശബരിമലയ്ക്ക് പോകുവാൻ നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സരിതയുടെ കടയിലും വരാം. ഞാനിപ്പോൾ ഷാർജയിലാണ്. മിനി ദിവാകരൻ അല്ലേ? അതെ, ചേച്ചിരച്ഛൻ. ഈ ചക്ക ആ സമയം പഴുക്കില്ല നമ്മുടെ അടുത്ത്. നമുക്ക് പുറമൊന്ന് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിച്ച് ടേസ്റ്റുള്ള പഴുത്ത ചക്കയാണെന്ന് നമുക്ക് അറിയാനും പറ്റില്ല. നമ്മുടെ എങ്ങനെയും മെയ് മാസം ലാസ്റ്റ് ആവും നമ്മുടെ ചക്കകൾ പഴുക്കണമെങ്കിൽ. മാസം അവസാനം എന്ന് പറയുമ്പോൾ മാർച്ച് ലാസ്റ്റ്. അപ്പോഴത്തേക്കും ചക്കയാവില്ല, വലുതാവന്നില്ല.
അപ്പോൾ ഞാൻ സരിതയുടെ കടയിലും വീട്ടിലും വരാം. ഞാനിപ്പോൾ ഷാർജയിലാണ്. എൻ്റെ അച്ഛനൊരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ആ ഫിലിമിന്റെ പേര് മഴനിലാവ് എന്നാണ്. 1983 റിലീസ് ആയത്. ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഒരു പാട്ട് സരിത പാടുമോ? ഇന്നത്തെ വീഡിയോ ശനിയാഴ്ചത്തെ വീഡിയോയിൽ ഞങ്ങൾ ഈ കമന്റിനെ കുറിച്ച് പറയണ്ടേ. അതിൽ ബിന്ദു ദിവാകരൻ എന്നാ ഞാൻ പറയാം. മിനി ദിവാകരൻ എന്ന പേര് ചേച്ചിയുടെ. അടുത്തത് മിനി എസ് കുമാർ. എന്റെ മുറ്റത്ത് ഭർത്താവിന്റെ അമ്മ നട്ട ഒരു മാവുണ്ടായിരുന്നു. 31 കൊല്ലമായി ഞാൻ ഇവിടെ വന്നിട്ട് ഒരിക്കൽ അതിൽ 4 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. കുറച്ചു നാൾ മുന്നേ ഞാൻ പറഞ്ഞു ഈ മാവും പോയ തെങ്ങും എല്ലാം വെട്ടിക്കാൻ, എന്നിട്ട് വിയറ്റ്നാമേറിൽ വെക്കാമെന്ന്. ഈ വർഷം ദേ കിടക്കുന്നു മാവ് മൊത്തം പൂത്തിട്ട്. മുറ്റത്തെ ടൈല് തൂത്ത് ഞാൻ കുഴഞ്ഞു. ഉണ്ണി മാങ്ങ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനിത് വിശ്വസിക്കില്ലായിരുന്നു. അവന്മാർ വില്ലന്മാരാ, പേടിപ്പിക്കാഞ്ഞിട്ടാണ് ഇത്രയും നാളും നമ്മളെ പറ്റിച്ചത്. നമുക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നും, അന്ധവിശ്വാസമാണെന്നൊക്കെ തോന്നും ഇതൊക്കെ പറയുന്നത്. പക്ഷെ ഇതില് ഭയങ്കര ശരിയുണ്ടെന്നുള്ള രസം എങ്ങനെയാണെന്ന് അറിയില്ല. മരം പേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കായ്ക്കും, അത് ഉറപ്പാ. ആ സമയം നമ്മുടെ അപ്പുറത്ത് ഒരു മാവുണ്ട്, അതുമേ അരുങ്കോക്ക് വന്നിട്ട് മോതിരവളയാണ് ഇട്ടത്. മോതിരവള ഇടുമ്പോൾ വളരെ സ്മൂത്തായിട്ട് അതിനെ വളയിടണ പോലെയാണ് തോന്നിക്കുന്നത്. അതുകൊണ്ട് 2 കൊല്ലം ഇപ്പൊ ഇട്ടിട്ട് ഇതുവരെയായിട്ട് ഒരു മാങ്ങിയില്ല. അത് മര്യാദയ്ക്ക് 2 പേടിപ്പിച്ച് വെട്ടോ ചില്ലി അടിയിലേക്ക് തൂങ്ങി എടുക്കല് ഒരു ചില്ല. ആ ചില്ലി വെട്ടിക്കളഞ്ഞ് 4 ചീത്ത പറയും. അങ്ങനെ ചെയ്താൽ ചേർന്നു. അല്ലാണ്ട് അരുങ്കോക്കിന്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പരിപാടികളൊന്നും മരങ്ങളടുത്ത് നടക്കില്ല. എന്താ മഞ്ഞ് വീണ്ട മഴത്തുള്ളി വീണു. അടുത്തത് ദീപാലാലു. രാവിലെ 2-നെയും കൂടി എന്താ ചെയ്യേണ്ടത്? നല്ല വിലയുള്ള ചെടി വേര് പൊട്ടാതെ എടുക്കണമായിരുന്നു. വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരുന്നെങ്കിൽ മണ്ണോട് കൂടി തന്നെ എടുക്കാമായിരുന്നു. കണ്ടിട്ട് എനിക്ക് വിഷമമാണ് ഉണ്ടായത്. ചൂടായതുകൊണ്ട് അത് പിടിക്കുമോ എന്തോ. ബോഗൻവില്ലയാണ്, ഒരെണ്ണം പോലും ധൈര്യം നല്ല പോലെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു വാട്ടം പോലും വന്നിട്ടില്ല 3-4 പേർക്ക്. അവര് പിടിച്ചു. എനിക്ക് പേടിയുണ്ടായിരുന്നു, വേരൊക്കെ ഇളകി വേരൊക്കെ പൊട്ടി പോകുന്ന കാരണം ഭയങ്കര ചൂടല്ലേ, ഒക്കെ പിടിക്കാ പോകുന്നു. അടുത്തത് ഷിഹാബ് ബഹ്റിൻ. അവർ ചെയ്യുമ്പോൾ ആഹാ, ഞാൻ ചെയ്യുമ്പോൾ ഓഹോ. എന്തിട്ടത്? അത് ഞാൻ മറ്റവിടെ കളക്കുമ്പോ പറഞ്ഞില്ലേ, അതാണ് പറഞ്ഞത്. സന്ധ്യ ബിജു. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് സത്യത്തിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു വശത്ത് സന്തോഷം, മറുവശത്ത് ദേഷ്യം, സങ്കടമൊക്കെ. ഇപ്പോൾ കാര്യം പിടികിട്ടി കാണുമല്ലോ. എന്താ ചേട്ടാ, ഇത്രയും നല്ല രീതിയിൽ വളർന്നു നിന്ന ബോഗൺവില്ല വെറും കെയർലെസ് ആയിട്ട് ഇളക്കി വെച്ചപ്പോൾ ദേഷ്യം വന്നു. അത്രയും നല്ല രീതിയിൽ വളർന്നൊരു ബോഗൺവില്ലയ്ക്ക് എത്ര വില എന്ന് തിരക്കി നോക്ക്. നല്ല വിലയുണ്ട്. എൻ്റെ വീട് ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ ഒരു പൂന്തോട്ടാക്കിയാനെ. ഈ ചൂട് സമയത്ത് ഇളക്കാതെ മഴ സമയത്ത് ഇളക്കി വെച്ചാൽ മതിയായിരുന്നു. ഈ ഹെലിക്കോണിയ പറിച്ചു കളഞ്ഞിട്ട് ഇത് വെച്ച് പിടിപ്പിക്കുക. വെയിലുണ്ടെങ്കിൽ എന്നും പൂവ് കാണും. ഇതിനെ വെല്ലാൻ വേറെ ഒരു ചെടിയും വേണ്ട, അധികം പരിചരണം ഒന്നും വേണ്ട, വെയിൽ മതി. ആ കമ്പുകളൊക്കെ തണലത്ത് വെച്ച് കിളിപ്പിച്ചിട്ട് വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വെയിൽ കൊണ്ട് കരിഞ്ഞു പോകും. സരിതയ്ക്ക് എന്താണ് ചെടികൾ ഇഷ്ടമല്ലാത്തത്? ഞാൻ എല്ലാ കമ്പുകളും അവിടെ നിന്ന് വെട്ടി കൊണ്ടുവന്നിട്ട് തണലത്ത് മണ്ണൊക്കെ നിറച്ച് വളമൊക്കെ ഇട്ടിട്ട് ചട്ടിയിൽ തണലത്ത് നനച്ച് കൊടുത്തിട്ടുണ്ട് വർഷകാലത്ത് കുഴിച്ചിടാനായിട്ട്. അടുത്ത വർഷകാലം ആകുമ്പോൾ നോക്കി നിറച്ച് അവിടെ വയ്ക്കും. എല്ലാതും ചട്ടികളിൽ വെച്ചിട്ട് തണലത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നനയ്ക്കാൻ ആ കമ്പുകളൊക്കെ. പിന്നെ പിടിക്കട്ടെ, പിടിക്കുന്നു വിചാരിക്കുന്നു. എനിക്ക് ചെടികളോട് ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ ഞാനായിട്ടൊരു ചെടി കൊണ്ടുവന്ന് ചിലവരൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നാൽ അവരുടെ വീട്ടിലില്ലാത്ത ടൈപ്പ് ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വിത്ത് തരുമോ, അതിന്റെ ഒരു കമ്പ് തരുമോ ചോദിച്ചു വാങ്ങിക്കും. എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ്, ചോദിച്ചു വാങ്ങിക്കും. ഉള്ള സ്ഥലത്ത് ഉള്ള വല്ല പൂച്ചെടികളൊക്കെ അമ്മയാണെങ്കിൽ വാടിക്കരിഞ്ഞ സാധനം അമ്മയുടെ കൈ കൊണ്ട് വെച്ചാൽ അത് പൊടിച്ചു വരികയും ചെയ്യും. അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലി മുളക്, അതും ചൂനിയമുളക്, കാന്താരി മുളകില്ലേ അത്. ഇപ്പോൾ ബാക്കിലൊരു തുണ്ട് സ്ഥലത്ത് അച്ഛൻ 3-4 കാന്താരി മുളകിൻ്റെ അത് അച്ഛൻ നടും. അതിന് മാത്രം പോയി നനയ്ക്കും. അതിൻ്റെ അപ്പുറത്ത് ചക്കര കുറച്ച് ചെടി വെച്ചിട്ടുണ്ട്, അത് നനയ്ക്കില്ല അച്ഛൻ, ഇത് നനച്ചു പോരും. ചക്കര പോയി കഴിഞ്ഞാൽ അവളുടെ വെച്ച ചെടി നനയ്ക്കും. ഇനിയിപ്പോൾ അച്ഛൻ അങ്ങോട്ട് കടന്നില്ല എന്നുണ്ടെങ്കിൽ അവൾ പോയിട്ട് അവൾ വെച്ച ചെടി മാത്രം നനയ്ക്കും. ഈ മിളകുന്തേക്ക് അവൾ നനയ്ക്കാണ്ട് പോരും. അച്ഛൻ പോയി കഴിഞ്ഞാൽ ഈ മിളകുന്തേക്ക് മാത്രം അച്ഛൻ നനയ്ക്കും. അത് വാടിക്കരിഞ്ഞ് പോവുകയാണെങ്കിൽ അത് എനിക്ക് നോക്കി. അങ്ങനെയാണ് അച്ഛൻ്റെ കാര്യം. പക്ഷെ നനയ്ക്കണേൽ വാടി നിൽക്കണമൊക്കെ ഒന്നും ഞാൻ വിടില്ല കേട്ടാ. അതൊക്കെ ഞാൻ എങ്ങനെയാണ് സമയം ഉണ്ടാക്കിയൊക്കെ നനയ്ക്കും. ഇപ്പോൾ ചുറ്റും നനയ്ക്കാനായിട്ട് ഒരു 1-1.5 മണിക്കൂർ വേണം. ഫുള്ള് ഇപ്പോൾ പുല്ലും കൂടി വെച്ച കാരണേ അതൊക്കെ നനയ്ക്കലൊക്കെ ഞാൻ തന്നെ ചെയ്യാം. പക്ഷെ ഈ ചെടികൾ നടല് അങ്ങനത്തെ കാര്യങ്ങൾ എന്താണാവോ, എനിക്ക് സ്വയം ഞാൻ വെച്ചാൽ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു തോന്നലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ തന്നെ വെച്ചാൽ മതി, നനയ്ക്കലും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ നോക്കിയോളാം, വെച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ അല്ലാണ്ട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല കേട്ടോ ചെടികളോട്. അടുത്തത് സുമേഷ് CS. അമ്പിളി മത്തൻ, ഡിസ്കോ മത്തൻ, കണിമത്തൻ, മൈസൂർ മത്തൻ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന സൂര്യമുഖി വെറൈറ്റിയാണ് ഇത്. മത്തൻ
എന്തൊരു ഭംഗിയാ കാണാൻ. ക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്യൂട്ട് അത്. താലോലിക്കാൻ തോന്നുന്നു. നമുക്ക് അതിനെടുത്ത് കൊഞ്ചിക്കാനൊക്കെ തോന്നും. ചില ഈ വീഡിയോകൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ മുന്തിരിക്ക് കണ്ണും മൂക്കും, സ്ട്രോബെറിക്ക് കണ്ണും മൂക്കും അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്, ഓറഞ്ച് ഒക്കെ ആയിട്ട് നല്ല തുടുത്തൊക്കെ അവളൊക്കെ ആയിട്ട് കുഞ്ഞു കുട്ടികളുടെ പോലെയൊക്കെ ഇട്ട് അവർ വർത്താനം പറയണൊക്കെ അതുപോലെ. അടുത്തത് ജോയ് കള്ളിക്കാട്. അതായത് വേറെ തുടങ്ങി. അണ്ടിപ്പരിപ്പിന്റെയും മുന്തിരിയുടെ ഒന്നും ആവശ്യമില്ല, നമുക്കത് വേണമെങ്കിൽ വേറെ തിന്നാമല്ലോ. അല്ല പിന്നെ. അടുത്തത് രഞ്ജിത്ത് മേനോൻ. നീ കഥ പറ. പരമൻ പത്മനാഭൻ. ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലായിൽ നിന്നൊരു കോമളാങ്കി. അജുവിന്റെ കഥ കേട്ടപ്പോൾ ഈ കഥയാണ് ഓർമ്മ വന്നത്. ദുബായ് പ്രോഗ്രാം. മോഹൻലാൽ, നെടുമുടി, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. അതന്നെ, നെടുമുടി വേണു ഒരു മാഷാണ്. ആ മാഷ ശിഷ്യന്മാരാണ് ഇന്നസെന്റ് പിന്നെ ആ ആലപ്പി അഷ്റഫ് ഇല്ല, അവർ രണ്ടുപേരും. ഓലയാൽ മേഞ്ഞൊരു അല്ല, ഇതില് പറഞ്ഞ കഥ എന്തുട്ടാന്ന് അത് ഞാൻ കഥ കേട്ടപ്പോ ഇത് ഓർമ്മ പറയില്ല. നമ്മള് ഈ മറ്റേ ഈ തനത്തിലാവണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. അതൊരു സ്ഥലത്തേക്ക് മുട്ടിച്ചൂല്ലേ. അതെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതേ കാണണം, നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാ ഞാൻ നിർത്തിയ. പിന്നെ ഇത് അതിനെ എങ്ങനെ പറഞ്ഞ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിയണില്ല ആ കഥ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതാ നാടകമാണല്ലോ. നാടകം അങ്ങനെ ഒരു എന്താ പറയാ, അതിനെ പറഞ്ഞതാക്കി മനസ്സിലാക്കി തരാൻ പറ്റില്ല. അതാണ് കേട്ടോ ഞാൻ നിർത്തിയ. അടുത്ത് പ്രിൻസി കുര്യൻ. എന്താ ജോട്ടാ ഞാൻ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാത്തേ? ഇതിൽ തേങ്ങ തന്നെ ചേർക്കണം, പാലൊഴിക്കരുത്, ഇതിൽ വെള്ളം കൂടിപ്പോയി, പിന്നെ അരിപ്പൊടി കുറച്ച് റവ കൂടെ ചേർക്കണം, ഇത് ചക്കട ഉണ്ടാക്കുന്ന പോലെ ചെയ്യണം, നന്നായി തണുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ പ്രിൻസി കുര്യൻ എന്ന് പറഞ്ഞ കുട്ടി റെസിപ്പി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു മത്തങ്ങയുടെ. അയ്യോ, ആ റെസിപ്പി ഒക്കെ എവിടെയാണാവോ? ഞാനിത് പ്രതാപ് ഫുഡ് TV എന്ന് പറഞ്ഞ ചാനലിലത്തെ ചെയ്തേ. നാളികേരം അരക്കിയ ചെയ്തേ, ഞാൻ നാളികേര പാല് ചേർത്തു. അതൊക്കെയാണ് അതിന്റെ കുഴപ്പം വന്നത്. ചേട്ടനല്ലേ എന്നോട് പറഞ്ഞ നാളികേര പാല് ചേർത്താ മതി. ഞാൻ മറ്റേ നല്ല ഈ മറ്റേ വട്ടയപ്പം അല്ല ഈ കിണ്ണത്തപ്പം പോലെ എന്നോട് പറഞ്ഞു നാളികേരം ചേർക്കണ്ട, നാളികേരം അരിപ്പൊടി കുറഞ്ഞു, അരിപ്പൊടി കുറഞ്ഞു, നാളികേരം കട്ടിയിലാണെങ്കിൽ അരച്ച് ചേർക്കാണെങ്കിൽ അടിപൊളിയാണ്. ഇനി ഉണ്ടാവണ്ടില്ല, കൊറേ എണ്ണം ഉണ്ട്, ഒരെണ്ണം പോലും വലുതാവണില്ല. അടുത്ത് ഷെറിൻ ബിജു. സരിത അജുവിനെ കുറ്റം പറയല്ലേ, ആ ചിരി കാണുമ്പോൾ ഉണ്ടല്ലോ എങ്ങനെ തോന്നുന്നു ഇങ്ങനെ പറയാൻ, എടുത്തു കിണറ്റിലിടാനല്ലേ തോന്നു. ഞാൻ വിചാരിച്ചത് എന്തിങ്ങനെ പറഞ്ഞു വരണേന്ന്. ചേട്ടനത് അറിയാം, അതുകൊണ്ടാണ് ചേട്ടൻ ഇവിടെ കിണറൊന്നും കുത്താഞ്ഞ കുഴൽ കിണറാക്കിയത് അല്ലേ. അടുത്തത് ഗായത്രി ജയൻ. എൻ്റെ ഇല്ലത്താണ് തനതിലാവണം റിഹേഴ്സൽ നടക്കുന്ന സരിതയെ, മാടമ്പ് മനയിൽ. ശശി പറഞ്ഞില്ലേ റിഹേഴ്സൽ നടന്നത് മാടമ്പ് മനീൻ്റെ വേലൂര്, അവിടെയാണ് ഈ റിഹേഴ്സൽ നടന്നത്. അടുത്തത് ഷൈനി കുമാർ. ഇന്നത്തെ വീഡിയോ അടിപൊളി, സരിത കുക്കിംഗ്, അജു ഗാർഡനിങ്, നല്ല എഡിറ്റിംഗ്. അടുത്തത് ഷാനി ഡേവിസ്. തെങ്ങ് ചതിച്ചില്ല, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഭാഗ്യം. നൊയമ്പ് കാലത്ത് കപ്പ ബിരിയാണി കാണിച്ച് കൊതിപ്പിക്കല്ലേ, നിങ്ങളുടെ കൊള്ളിയുടെ കൂടെ എന്തിട്ട് വെച്ചാലും പൊളിയായിരിക്കും, എൻജോയ്. ആ കൊള്ളിയുടെ ടേസ്റ്റ് എന്തുട്ടാ അല്ലേ. നമുക്ക് കടകളിൽ നിന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് തട്ടുകടകളിൽ നിന്ന് എവിടെ നിന്ന് വാങ്ങിച്ചാലും നമ്മുടെ ഈ കൊള്ളിയുടെ ടേസ്റ്റ് ഇല്ലേ, അതിൽ വെറും ചാരം മാത്രം ഇട്ട്, ചാരം ചപ്പ് ചവറും മാത്രം ഇട്ട് ഉണ്ടാക്കണ കൊള്ളിയാണത്, മനസ്സിലായ. അത് ചിലപ്പോൾ ഭയങ്കര വലിപ്പത്തിൽ കിട്ടിങ്ങി കണ്ടിട്ടില്ലേ, ടേസ്റ്റ് ഇല്ല. അല്ല ചേട്ടൻ്റെ അവിടത്തേക്ക് ചിലത് പറിച്ചിട്ടല്ല ചേട്ടൻ തന്നെ പറയും ഒരു ടേസ്റ്റും ഇല്ല തിന്നാന്ന്. ഒരു 5-10 കിലോ ഉണ്ടാവും ചിലപ്പോ ഓരോന്ന്. പക്ഷേ നമ്മുടെ ചിലപ്പോൾ ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ ഓരോന്ന്, ഒരെണ്ണത്തമ്മ ഒരു കൈത്തണ്ടേക്ക് ഉണ്ടാവുള്ളൂ. ടേസ്റ്റ് അത് നമ്മുടെ, അതാണ് ഇതിന്റെ ഈ ജൈവത്തിന്റെ വ്യത്യാസം. വെറുതെ തിന്നാം. ശ്രീകല ഷാബു. മുഴനെഞ്ചെന്നാണ് ഇവിടെ പറയുന്നത്, ഞങ്ങൾ വെക്കാറുണ്ട്. ക്രിസ്ത്യൻ കല്യാണങ്ങളുടെ തലേദിവസം ഇത് നിർബന്ധമായും ഉണ്ടാക്കും. ഇവിടെ മരോട്ടിച്ചാലിൽ ഇവിടെ ഉള്ള മിക്ക വീടുകളിലും ഉണ്ടാക്കും, നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. ശരിയാ. അല്ലാണ്ട് കൂട്ടുകാരന്മാര് പറയാറുണ്ട്, മരോട്ടിച്ചാലിൽ നിന്ന് വരുന്നവർ പറയും കല്യാണത്തിന്റെ തലേദിവസമൊക്കെ അവര് എല്ലും കപ്പിയും വെക്കുന്നു, അത് കഴിച്ചിട്ടില്ലേ കൈവിരൽ കടിക്കുന്നു പറയും, അത്രയും ടേസ്റ്റാണ്. അടുത്ത സിന്ധു ബിൻരാജ്. ഫൈനലി യു മേഡ് ഇറ്റ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കാൻ പറഞ്ഞതല്ലേ, ഇപ്പോൾ ഇവിടെ ഒരാൾ ഇത് ഉണ്ടാക്കാൻ എക്സ്പേർട്ടാണ്. ആര്? ബിൻ ചേട്ടനാവൂല്ലേ. അടുത്തത് കെ സുധാകരൻ. ഞാൻ കോട്ടയം ഏറ്റുമാനൂർ ഉള്ളതാണ്. ഇവിടുത്തെ ഫേമസ് വിഭവങ്ങളിൽ ഒന്നാണ് കപ്പ ബിരിയാണി. ഒരു കാര്യം കൂടി ഇടാനുണ്ടായിരുന്നു, അതാണ് ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ്. സരിത അവസാനം പറഞ്ഞ സവാള കുനുകുനെ അരിഞ്ഞ് ചൂട് കപ്പ ബിരിയാണിയുടെ മുകളിൽ വിതറി സ്പൂൺ കൊണ്ട് കഴിക്കുമ്പോൾ ഉള്ള രസം. നിവിൻ പോളി പറഞ്ഞ പോലെ ചുറ്റും നിൽക്കുന്നതൊന്നും നമ്മൾ കാണില്ല. കോട്ടയംകാരുടെ ദേശീയ ഭക്ഷണം കപ്പ ബിരിയാണി നീണാൽ വാഴട്ടെ. ഇടുക്കി ഭാഗത്ത് എല്ലുകറിയും കപ്പ ആണ്. സംഗതി ഇത് തന്നെ, എള്ളുള്ള ഇറച്ചിയിൽ ഉണ്ടാകുമെന്ന് മാത്രം. അപ്പം ശരി കേട്ടോ.
അത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ സമാധാനമായി സബോൾ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ അതൊന്നും അരിയാനുള്ള സാവകാശമൊന്നുമില്ല, ചേട്ടൻ പിന്നെ എടുത്ത് കഴിക്കായിരുന്നു. ഞാനപ്പോൾ പിന്നെ ക്ലീനിങ്ങും അതിന് നിന്നു. എന്നിട്ട് പിന്നെ ഞാൻ സമാധാനമായിട്ട് അപ്പോൾ ഒന്ന് ചൂടാറല്ലോ, എന്നിട്ട് സബോള പൊടിപൊടിയായിട്ട് അരിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടാണ് ഞാൻ കഴിച്ചത്. നല്ല ടേസ്റ്റ്. കോട്ടയംകാർ ദേശീയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ പൊറോട്ടയും ബീഫും കൂട്ടി കഴിക്കണേക്കാളും ടേസ്റ്റ് ചെയ്താന്ന് തോന്നുന്നു. അടിപൊളിയാട്ടാ. അത് വേഗം കഴിയുകയും ചെയ്തു. കാരണം എന്താ വെച്ചാൽ ചേട്ടനൊരു പാത്രം കൊടുത്തു. നമ്മൾ ഉണ്ടാക്കണ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഇതിന് വേണ്ട, കഴിക്കാൻ എത്ര നിർബന്ധിച്ചാലും അവൻ കഴിക്കാറില്ല. ആ ആൾ ഇങ്ങോട്ട് ചോദിച്ചു, വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോട്ടെ, പാത്രം കൊടുത്തയച്ചു, കൊണ്ടുപോകാനായിട്ട് തരുമെന്ന് ചോദിച്ചു. അപ്പൊ അവനൊരു പാത്രം എന്ന് വെച്ചാൽ അവനും കൊടുത്തയച്ചു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. സരിതയുടെ കൂട്ടുകാരി ധന്യ അത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണതിന് എന്നെ കടയിലേക്ക് ചേട്ടൻ കൊണ്ടുവരാൻ വന്നേ ഉച്ച തീർന്നപ്പോ. അപ്പൊ ഞാൻ തന്നോട് റെഡിയായി, ഈ സാധനമായിട്ട് ഉണ്ടാക്കാൻ പോണേ, ഞാൻ നാളെ വരുമ്പോ കൊണ്ടുവരാട്ടാന്ന് പറഞ്ഞു. എവിടെ കൊണ്ടുവരാനായിട്ട് സാധനം ഉണ്ടായിട്ട് വേണ്ടേ. അവളാണ് എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോ പ്രതീക്ഷിച്ചിരിക്കരുതും കൊണ്ടുവരുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞുടിക്കുന്നു പറഞ്ഞു. അങ്ങനെ പിന്നെ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞു ഞാൻ അവളോട്. എന്തായാലും ഉണ്ടാക്കാൻ എളുപ്പാ. പ്രമീള കോമത്ത്, ഇത്രയും വലിയ പൊത്തുള്ള തെങ്ങിൽ കയറുന്നത് കണ്ടപ്പോൾ ഞാൻ പേടിച്ച് വിറച്ചു. നിങ്ങൾ കൂളായി നിൽക്കുന്നത് കണ്ടു. ആ സീനൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ അമ്മോ, കയറ്റാൻ പാടില്ലായിരുന്നു. ശരി തന്നെയാ. അവർക്ക് വന്നിട്ട് അവര് അത് ഒരു കുഞ്ഞു പൊത്ത് പോലെ നമുക്ക് തോന്നിയുള്ളൂ. അവര് വന്നപ്പോ തന്നെ അതിനിങ്ങനെ കുത്തി പൊട്ടിച്ച് ഉള്ളിലേക്ക് നോക്കിയപ്പോ ഇങ്ങനെ വലിയ പൊത്തായിട്ട് കണ്ടല്ലോ. അപ്പൊ അവർക്കും പേടിയായി. ആ ദേവൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് കയറി വെട്ടണേ. അപ്പൊ ആൾക്ക് പേടിയായി. അപ്പൊ ആളിങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് കയറി അത് വെട്ടാൻ തുടങ്ങിയപ്പോ ചേട്ടൻ ആദ്യം പട്ടകളൊക്കെ വെട്ടിയിടണേ. അപ്പൊ ചേട്ടൻ അരുൺ കോക്കുവിനോട് പറഞ്ഞിടാ, എൻ്റെ വിയറ്റ്നാം എയറിൽ പോവോ, വിയറ്റ്നാം എയറിലാണ് തെങ്ങിൻ്റെ ഇപ്പുറത്ത് നിൽക്കണേ, എൻ്റെ അവക്കാടോ പോവും, അപ്പുറത്തെ അവക്കാടോ നിൽക്കുന്നുണ്ട് അത്. അപ്പോൾ അരുൺ കോക്ക്, നിങ്ങളൊന്നും മിണ്ടാണ്ടെന്ന്, ഞാൻ ആ മനുഷ്യൻ കയറിക്കണ് പേടിച്ച് വരച്ചിട്ട് ഈ തെങ്ങെങ്ങാനും ഇവിടെ നിന്ന് ഒടിയോന്ന് പേടിച്ചിട്ടാണ് ഞാൻ നിൽക്കണേന്ന്. എന്നിട്ട് അവൻ ആളോട് പറയണേ, ദേവൻ ചേട്ടനോട് പറയാ, എങ്ങാനും തെങ്ങ് ഇവിടെ നിന്ന് മുറിഞ്ഞ് വീഴാൻ പോണൂന്ന് അങ്ങനെ തോന്നിയാലേ ഉടനെ 2 പട്ട വെട്ടിയിട്ട് കഷത്ത് വെച്ച് പറന്നിട്ട് അടിയിലേക്ക് ഇറങ്ങിക്കോളാം, ഇത്തിക്കര പക്കി ചെയ്ത പോലെ ചെയ്തോളാൻ ആളോട് പറയാ. അങ്ങനെ ശരിക്കും ഭയങ്കര റിസ്ക്കാണത്. അപകടമൊന്നും ഇല്ലാണ്ട് എത്രയോ സ്ഥലങ്ങളിൽ തെങ്ങ് അങ്ങടാണ് ചെരിഞ്ഞ് നിൽക്കണെങ്കിലും തെങ്ങ് കാറ്റ് പിടിക്കുമ്പോഴാണെങ്കിൽ അങ്ങടനെ വീഴണമെന്നില്ല, ചിലപ്പോ ഇങ്ങനെ തിരിഞ്ഞ് നമ്മുടെ വീട് മിലിക്ക് വീഴാം. അതവര് പറഞ്ഞു, ഭാഗ്യം എന്ന് പറഞ്ഞു. നിങ്ങൾ മതിൽ മിലിക്കൊന്നല്ല അത് വീഴാ, ചിലപ്പോ ഇങ്ങടാവും വീഴാന്ന് പറഞ്ഞു. ഭാഗ്യാണ് ഇപ്പൊ ഇത് കണ്ടേന്ന്. അടുത്തത് ബിന്ദു, എൻ്റെ വീട്ടിൽ ഇതുപോലെ ഉണ്ടായി. തെങ്ങിന്റെ കട കേടായിട്ട് തൊട്ടടുത്ത് ഒരു പ്ലാവ് മേലേക്ക് ചെരിഞ്ഞു നിന്നു. അപ്പോഴാണ് തെങ്ങ് കടയ്ക്ക് കേടാണെന്ന് കാണുന്നത്. ആ പ്ലാവ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ വൻ അപകടം ഉണ്ടായേനെ. അതന്നെ. അടുത്തത് KSK സച്ചു, സരിത ചേച്ചി, ഞാനിന്ന് ഗുരുവായൂർ പോയിരുന്നു. ചേച്ചിയുടെ അമ്മയെ കണ്ടു, മിണ്ടാൻ പറ്റിയില്ല. അമ്മ ഇന്ന് ഗുരുവായൂർ വന്നിരുന്നു. ഞാൻ പോയത് വെള്ളിയാഴ്ചയായിരുന്നു. അമ്മ ആഴ്ചയിൽ 2 വട്ടമൊക്കെ 3 വട്ടമൊക്കെ പോകാൻ പറ്റുന്ന ദിവസമൊക്കെ പോവും അമ്മ ഗുരുവായൂർ. ആരെങ്കിലും ഗുരുവായൂർക്ക് ഉണ്ടാന്ന് ചോദിച്ചാൽ മതി, അമ്മ റെഡിയാണ്, പോവും. അടുത്തത് മ്യൂസിക് ലൈഫ് കോഡ്സ്. ഹലോ, ഞാൻ ഡെയിലി നിങ്ങളുടെ വീഡിയോ കാണും. അജു ചേട്ടൻ്റെ കോമഡി ആൻഡ് സരിത ചേച്ചിയുടെ ഓണസ്റ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ് ഒരുപാട് ഇഷ്ടമാണ്. റൈറ്റ് ഈസ് റൈറ്റ്, റോങ് ഈസ് റോങ്. ആരാണേലും ആ ആറ്റിറ്റ്യൂഡ്, ആരെന്ത് പറഞ്ഞാലും ബോത്ത് ഓഫ് യു ബി ലൈക്ക് ദിസ്. പിന്നെ ഒരു ഒബ്സർവേഷൻ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ? എന്തോ ഒരു കോൾഡ് വാർ പോലെ തോന്നി. അത് സോൾവ് ചെയ്തോളൂ പ്ലീസ്. യു ബോത്ത് ആർ ടു ക്യൂട്ട് കപ്പിൾ ഫോർ യു ബോത്ത്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും അലമ്പ് നടക്കണ്ടോന്ന് ആരും അറിയാണ്ട് കോൾഡ് വാർ അതുപോലെ തോന്നി ഒരു ഒബ്സർവേഷൻ വീഡിയോയില്. അതേനെ അങ്ങനത്തെ ഞങ്ങൾക്കറിയില്ല. ഇപ്പം അങ്ങനത്തെ ഉണ്ടെങ്കിൽ തന്നെ അപ്പം നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഇനിയും പറഞ്ഞു നിൽക്കാനായിട്ട് രസം ഉണ്ടാവും. ചിലപ്പോൾ ചില വീഡിയോ തുടങ്ങണേനേക്കാളും മുന്നേ ഞാൻ പറയും ഇതിങ്ങനെ ചെയ്യാം, അപ്പം ചേട്ടൻ പറയേ അതിങ്ങനെ ചെയ്യാം, അങ്ങനെ പറഞ്ഞിട്ട് ചിലപ്പോൾ ആ വീഡിയോൻ്റെ തൊട്ട് മുന്നേ കാര്യമുള്ള കാര്യം ഒരു ചെറിയൊരു ഇതുണ്ടാവും, എന്തെങ്കിലും വല്ലതൊക്കെ വാക്ക് തർക്കങ്ങൾ നടക്കും. അപ്പം ആ വീഡിയോ തുടങ്ങിയാൽ കുറച്ച് സമയത്തേക്ക് ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഇല്ലേ, അതുണ്ടാവില്ല. ആ കെമിസ്ട്രി ഉണ്ടാവില്ല അവിടെ, ബയോളജി ഫിസിക്സ് ഒക്കെ അപ്പൊ തുടക്കം ചിലപ്പോ ഒരു ഷർവർ പോലെ ഉണ്ടാവും, പിന്നെ അത് മറക്കും, കുറച്ച് കഴിയുമ്പോ അത് ഓക്കെ. അടുത്തത് സൂര്യ, 2 ദിവസം മുന്നേ പറയണ്ടേ ബീഫ് ഉണ്ടായിരുന്നു, ഇനി വാങ്ങുമ്പോൾ നോക്കാം, സംഭവം കൊള്ളാൻ കേട്ടോ. പിന്നെ ഇപ്പോൾ മനസ്സിലായില്ലേ, പ്രകൃതിയുടെ വികൃതി കൊണ്ട് പണി വരുന്ന. അജുവേട്ടന്റെ വികൃതി മാത്രല്ല അല്ലേ അജുവേട്ടാ? അതന്നെ. പിന്നെ ഞാൻ എന്തേലും ചെയ്യുന്ന ഒന്നും മിണ്ടരുതിട്ടാ. എന്താ അത് നടക്കണ്ട നടക്കും. അത് ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ ഞാൻ എന്റെ പാട് നോക്കി ഗുഡ് ബൈ മിസ്റ്റർ അജിത് കുമാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവും.
പൊക്കോല്ലേ. അല്ലാണ്ട് ഞാൻ എന്നിട്ട് പറയാ എനിക്ക് പിടിച്ചു കേട്ടാൻ പറ്റുമോ? സന്തോഷായി ചേട്ടന്. അല്ല, പിടിച്ചു കേട്ടാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയും. കടയിലേക്ക് ഫസ്റ്റത്തെ ദിവസം പോയിട്ട് വൈകുന്നേരം വന്നപ്പോ പറയാ ഒരു സുഖലടി നീ ഇവിടെ ഇല്ലാണ്ട്, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലാന്ന്. എല്ലാ സമയം ഇവിടെ ഉണ്ടായിട്ട് ചേട്ടന് ഭയങ്കര ശൂന്യത തോന്നിയിട്ട് പാടില്ല, ഒരു സുഖല്യാന്ന്. അടുത്തത് വൈജയന്തി മനോഹരൻ. സരിതേ നല്ലൊരു കവിത ചൊല്ലു കുഞ്ഞേ, കവിത ചൊല്ലാൻ നല്ല കഴിവുണ്ട്. അടുത്ത വീഡിയോയിൽ ചൊല്ലാം. അടുത്ത ഉഷ. അജു ഇനിയുള്ള സ്ഥലത്ത് തെങ്ങ് വെക്കൂ, ജഗ്ഗുവിനും കുടുംബത്തിനും തേങ്ങ കഴിക്കാമല്ലോ. 2 തെങ്ങ് തേക്കിണ്ട്, ഒരെണ്ണം അവിടെ വെക്കുന്നുണ്ട്. ഇപ്പൊ പോയി അവിടെ ഒരെണ്ണം വെക്കിട്ട്, പിന്നെ അവിടെ കുടിലിൻ്റെ അവിടെ ഒരു മഹാഗണിയൊക്കെ ഉണ്ട്. അപ്പോൾ അരുങ്കോക്ക് പറഞ്ഞത് വർഷകാലം നമുക്ക് വെട്ടിക്കളയാം, അതല്ലെങ്കിൽ കാറ്റത്ത് ഇങ്ങനെ തിരിയിട്ട് കിടന്ന്. അതൊന്നും തിരിയണില്ല. നീ കണ്ട വർഷക്കാലത്ത് കിടന്ന് തിരിയണൂന്ന് മരം. കാറ്റ് തിരിയല്ല, ഇങ്ങനെ ഒല്ലയും. അപ്പൊ അത് ശരിക്കും ഒടി ഒറ്റയായിട്ട് നിൽക്കണതേ. നമുക്ക് ഇത് ഒന്നുകിൽ ഈ കോഴിക്കോട് വീഴും, അല്ലെങ്കിൽ മറ്റേ വീഴും. ഇത് എന്തിനാണ് മഹാഗണി? അതുള്ള കാരണം ആ കുടിലിരിക്കാൻ എന്തൊരു സുഖം. അത് പോയി കഴിഞ്ഞാൽ ആ കുടില് ഭയങ്കര ചൂടായിരിക്കും. പിന്നെ അവരാ മറ്റേ അവർക്കറിയാം. നീ അവർക്കൊന്നും അറിയില്ല ചേട്ടനല്ല അങ്കിട് പറഞ്ഞത് വെട്ടാൻ. അല്ല, ഞാൻ വെട്ടാനല്ലേ പറഞ്ഞത്. ഞാൻ കാണിച്ചു കൊടുത്ത് തെങ്ങ് തൈ വെക്കണ്ടെന്ന് പറഞ്ഞു. അതിങ്ങോട്ട് നീക്കി വെച്ചാ പോരെ. നീ വായിക്ക്, അത് അപ്പം ആലോചിക്കാം. അപ്പം ആലോചിക്കലൊന്നുമില്ല. ചേട്ടൻ വെട്ടാൻ തീരുമാനിച്ചാൽ വെട്ടും. അത് അന്ന് തന്നെ വെട്ടിക്കാൻ നോക്കി. അപ്പഴാ പോവും പറഞ്ഞു ഇപ്പൊ വെട്ടണ്ട, വർഷക്കാലത്ത് വെട്ടിയാൽ മതി എന്ന് പറഞ്ഞ അതാവും. അതന്നെയാണ്. കണ്ട. ഷിഹാബ് മുഹമ്മദ് അലി. ഞാൻ എയറിലാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥയായി. അയ്യേ നാണം കെട്ടവൻ. ആരെയാണ് ഉദ്ദേശിച്ചത്? സീൻ 10:24. അത് ഞാനേ കൊള്ളീനെയാണ് ഉദ്ദേശിച്ചത് കേട്ടാ. കൊള്ളി ഒരു ചെറിയത് നമുക്ക് വലിച്ചപ്പോ ഒരു ഇത്രയ്ക്ക് പോകുന്നൊരു കൊള്ളീനെ. അതെ, ആ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുക ചേട്ടൻ. അപ്പൊ ചേട്ടൻ എഡിറ്റ് ചെയ്യുമ്പോ അത് ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്, ഉറക്കം ഇങ്ങനെ കേട്ടോണ്ടിരിക്കണ്ടല്ലോ, ഞാൻ എവിടെ നടക്കണ്ടില്ല. അപ്പൊ ഉണ്ട് ഷിഹാബ് എന്ന് പറഞ്ഞ ആളാണ് നമുക്കിത് പറഞ്ഞു തന്നേന്ന് പറഞ്ഞിട്ട് പറയാം അയ്യേ നാണം കെട്ടവെന്ന്. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ പറയണേ. അപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ എന്നിട്ടാന്ന് വെച്ചാൽ ഞാൻ സമയത്ത് ഒരു കൊള്ളി പറിച്ചു, അതിന്റെ കടയ്ക്ക് ഒന്നുമില്ല. അപ്പൊ കൊള്ളീനെയാണ് പറയണേ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അത് കട്ട് ചെയ്ത് കളഞ്ഞോട്ടാ, കാരണം ആള് അത് കേൾക്കണവർ ചിലവര് നമ്മുടെ വീഡിയോ ഇങ്ങനെ വെച്ചിട്ട് കേൾക്കുള്ളൂ, കാണണില്ല. അപ്പൊ കേൾക്കണവർക്ക് മനസ്സിലാവില്ല. ഷിഹാബിനെ വിളിച്ചെഞ്ചായിരിക്കും. അപ്പൊ അത് കട്ട് ചെയ്ത് കളഞ്ഞു പറഞ്ഞപ്പോ ഇത് ഒന്നും തോന്നുന്നില്ലടി എന്ന് പറഞ്ഞു. ആള് പാവം ഇറങ്ങി ഓടേണ്ട അവസ്ഥയെന്ന്. അല്ല, അതില് ഒരാൾ എഴുതിയിട്ടുണ്ട് അത് കൊള്ളീനെയാണ് ഉദ്ദേശിച്ചോണെന്ന്. ഒരാള് അതിന് മറുപടി കമന്റിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ കമന്റ്സിന് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല. നമ്മുടെ വീഡിയോകൾ ചിലവരെ ഈ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോ, വിദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോ അതില് ഇതിൽ വെച്ചുകൊണ്ട് കേട്ടുകൊണ്ട് അവര് കേൾക്കണവര് ശരിക്കും ഷിഹാബിനെ പറഞ്ഞു. ഷിഹാബെ നിന്നെല്ലാട്ട പറഞ്ഞ നമ്മുടെ കൊള്ളിനെയാണ്. നല്ല ചൂടായി, ഭയങ്കര ഉഷ്ണായി. കഴിഞ്ഞുട്ടാ, കാറ്റൂല തീരെ. കഴിഞ്ഞു കമന്റ് കഴിഞ്ഞു. ബാക്കിന്ന് വെയിലടിക്കണാരപ്പം ഞങ്ങളുടെ മുഖക്ക് ഇരുട്ടായിരിക്കും, ചിലപ്പോ കാണുന്നുണ്ടാവോ ഞങ്ങളൊക്കെ. ശരി, അപ്പൊ നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.